സ്നേഹത്തോടെ പറയാമോ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും ഒരു ഒരുക്കം വേണം. ലൂക്കാസ് സുവിശേഷം 24:45 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിശുദ്ധരെ ഗ്രഹിക്കാൻ അവനവരുടെ മനസ്സ് തുറന്നു. എന്ത് തുറന്നു? സാധാരണ പറയില്ലേ, മനസ്സുണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ, ഇല്ലേ എന്ന് പറയാറില്ലേ? ഭർത്താവ് എത്ര അടുത്തിരുന്നത് ചെവിയിൽ മൂട്ട പോലെ പറഞ്ഞാലും മനസ്സുണ്ടെങ്കിലേ പറയും. പിള്ളേർ എത്ര കുറച്ചെന്ന് പറഞ്ഞാലും മനസ്സുണ്ടെങ്കിലേ കേൾക്കുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സുണ്ടെങ്കിലാണ് ദൈവവചനം കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യേശു ആദ്യം തുറന്നത് മനസ്സാണ്, രണ്ടാമത് തുറന്നത് ഹൃദയമാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിലെ തിത്തീറിയ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരി ലിദിയ എന്ന് പറഞ്ഞ ഒരു പട്ടുവിൽപ്പനക്കാരി, ഒരു യുവതിയുടെ ഹൃദയം അപ്പോസ്തലന്മാർ പറഞ്ഞത് കേൾക്കാൻ ഒരുക്കി തുറന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രണ്ട് തുറവിയാണ് ദൈവവചനം കേൾക്കാൻ. ഇതിന് രണ്ട് തുറവി വേണം. ഒന്നാമത്തെ തുറവി എന്താണ് എന്ന് പറഞ്ഞേ? ഒന്നാമത്തെ തുറവി എന്താണ്? മനസ്സ് തുറന്നു. രണ്ടാമത്തെ തുറവി ഹൃദയം തുറന്നു. രണ്ട് തുറവിയാണ്. ഒന്ന് പട്ടുവിൽപ്പനക്കാരി തിത്തീറിയ പട്ടണത്തിൽ വന്ന ലിദിയ എന്ന ഒരു യുവതിയുടെ ഹൃദയം തുറന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ രണ്ട് തുറവിയാണ് ദൈവവചനം കേൾക്കാൻ നമുക്ക് വേണ്ടത്. ഏതൊക്കെയാണ് രണ്ട് തുറവി? പറയൂ. മനസ്സ് തുറക്കണം. തുറന്നോ? ഇപ്പൊ വീട്ടിൽ എന്താണാവോ, അല്ലേ? പിള്ളേര് കഞ്ഞി വല്ലതും കഴിച്ചാവോ? മനസ്സ് തുറന്നോ? ഇല്ല, അല്ലേ? ഭാരങ്ങളൊക്കെ ഇങ്ങനെ പേറിക്കൊണ്ടിരിക്കുന്ന, അപ്പൊ മനസ്സ് ഒരുക്കപ്പെടണം. മനസ്സ് ചിലപ്പോൾ എവിടെയായിരിക്കും? വീട്ടില്, ജോലി സ്ഥലത്ത്, അല്ലേ? നമ്മുടെ ആവശ്യങ്ങളില്, നാളത്തെ കടം, നാളത്തെ അടവ്, നാളത്തെ ബിസിനസിന്റെ കാര്യം. അപ്പൊ ഇത് എല്ലാം ചിന്തിച്ചുകൊണ്ട് ദൈവവചനത്തിന് മുന്നിൽ ഇരിക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്നത് മനസ്സ് തുറക്കണം എന്ന് പറഞ്ഞാൽ മറ്റ് മനസ്സിലെ മതിക്കുന്ന ചിന്തകളെ മാറ്റി ദൈവവചനത്തിനായിട്ട് ഒരുക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബാക്കിലൊക്കെ നമ്മൾ ഈ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ആൾക്കാർ കുറവുള്ളത് കൊണ്ട് നിങ്ങൾ അത്രയും ലോങ്ങിലൊന്നും പോയിരിക്കണമെന്നില്ല. ഇവിടെ ഈ ഫാനുള്ള ഭാഗത്തേക്ക് കയറി കസേരയിൽ വന്നിരിക്കാം. അങ്ങനെ ലാസ്റ്റ് ഇരിക്കുന്നവർക്കൊക്കെ ഈ ഫാനിന്റെ കീഴേക്ക് വന്നിരിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ദൈവവചനത്തിലേക്ക് കിടക്കാം. മറിയത്തിനൊരു സ്വഭാവം ദൈവവചനം കേൾക്കാനായിട്ടുണ്ടായിരുന്നു. മറിയത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തില് 53 മറിയം പാട്ട് പാടിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരല്ലേ? മറിയം പാട്ട് പാടിയിട്ടുണ്ടോ? ഉത്തരം പറ. മറിയത്തിന്റെ പാട്ടിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തില് 53-ാമത്തെ വാക്യമാണ്. അപ്പൊ മറിയം ദൈവവചനം പഠിച്ച് ആ സുവിശേഷ സത്യത്തിൽ നിന്നൊരു പാട്ട് പാടിയിരിക്കുകയാണ്. ആ പാട്ടിനെ കുറിച്ച് മറിയം പാടി വെച്ചിരിക്കുന്ന വരിയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാമത്തെ തിരുവെഴുത്ത്. അവിടെ എഴുതിയിരിക്കുന്നത്: വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. പ്രൈസ് ദി ലോർഡ്. വിശക്കുന്നവരെ എന്ത് ചെയ്തു? ഒന്നുകൂടെ ആ വചനം മനനം ചെയ്ത് ധ്യാനിച്ച് വായിച്ചേ. ദൈവവചനം വായിക്കുമ്പോ ആ വചനത്തിലെ ആ കാമ്പ് മുഴുവനും ഉൾക്കൊണ്ട് വായിക്കണം, അല്ലേ? യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ആത്മാവും ജീവനുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോജൻ ബ്രദർ അല്ല പറയുന്നത്. ആരുടെ വാക്കാണ്?
ദൈവത്തിന്റെ വാക്കാണ്. അതുകൊണ്ടാണ് ദൈവവചനം ഏത് കൊച്ചു കുഞ്ഞു പറഞ്ഞാൽ പോലും ഫലം എടുക്കും. കാരണം പറയപ്പെടുന്നത് വ്യക്തിയാണെങ്കിലും പറയുന്നത് ദൈവത്തിന്റെ വാക്കുകൾ വേണമെങ്കിൽ. അപ്പൊ ദൈവം പറഞ്ഞ വാക്കുകളായതുകൊണ്ട് ഇതിൽ എന്തൊക്കെയുണ്ട്? ആത്മാവും ജീവനവും. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴയിലുള്ള ഇറച്ചി ആൽവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മായി, ഇന്ന് അദ്ദേഹം ഒത്തിരി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആദ്യ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. എന്നാൽ മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. 12 കൊലക്കേസ് ചുമത്തപ്പെട്ടിട്ടുള്ള ഒരു കൊലയാളി എന്ന് വിശേഷിപ്പിക്കാം. ഒരു പക്ക ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മനുഷ്യൻ. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി ഇറച്ചിയാൽ. ഇദ്ദേഹത്തിന്റെ മാനസാന്തരം ഡിവൈനില് രണ്ടാമതാണ് അദ്ദേഹം വന്നത്. ആദ്യം ഇദ്ദേഹത്തിന് ഒരു വാക്ക് കേട്ടപ്പോ, ദൈവവചനം കേട്ടപ്പോ, ഒരു അച്ഛൻ ചുമ്മാ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്ക് കേട്ടപ്പോ അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് ചെറിയൊരു അനുതാപമുണ്ടായി. പിന്നെ അദ്ദേഹം ധ്യാനം കൂടി, മാനസാന്തരപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കുമ്പസാരത്തെ കുറിച്ച് പറയുന്നത് 2.5 മണിക്കൂർ സമയമുള്ള കുമ്പസാരമായിരുന്നു ആദ്യത്തെ കുമ്പസാരം. ആദ്യ കുമ്പസാരത്തിന് ഫസ്റ്റ് കമ്മ്യൂണിയന് ആദ്യമായിട്ട് കുർബാന സ്വീകരിച്ചപ്പോ ഈശോയെ കിട്ടിയതിനു ശേഷം രണ്ടാമത് കുർബാന സ്വീകരിക്കുന്നു 35 വർഷത്തിന് ശേഷമാണ്. ഇങ്ങനെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള മനുഷ്യൻ ജീവിതം അങ്ങനെയുള്ള ഒരു വഴിയിലേക്ക് കൊണ്ടുപോയത് അദ്ദേഹത്തിന്. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിന്റെ സിനിമ ഉണ്ട്, യൂട്യൂബിലുണ്ടോ എനിക്കറിയില്ല. കനൽ കിരീടം എന്നാണ് ആ സിനിമയുടെ പേര്. നെപ്പോളിയൻ ആണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മാനസാന്തരം തന്നെ 2 മണിക്കൂർ ടൈമുള്ള ഒരു സിനിമയാക്കി ചിത്രീകരിച്ചിരിക്കുക. അതിലൊരു പരിധി വരെ ഇദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളെ, ഒരു ക്രിമിനൽ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ജീവിത വഴികളെ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ ആളെ വെട്ടിക്കഴിഞ്ഞാൽ കത്തിക്കൊണ്ട് കള്ളുഷാപ്പിൽ പോകുന്ന പറയാം. കത്തിക്കൊണ്ട് കള്ളുഷാപ്പിൽ പോകുന്നതിന് അവിടെ വാക്കാൻ വേണ്ടതല്ല. കത്തിമത്തെ ചോര കല്ലിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ഫൈനലൈസ് ചെയ്യുന്നത് കള്ളുഷാപ്പിലാണ്. അവിടെ പൂർത്തിയാവുന്നുള്ളൂ. ഇവിടെ ഇല്ലാത്തവർ പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ഇല്ലാത്തവർ പറയാനാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുന്നത്. അവിടെ ഇല്ലാത്തവർ പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ഉള്ളവർ പറഞ്ഞ ഹല്ലേലൂയ. ഈശോയെ സ്നേഹിക്കുന്നവർ പറഞ്ഞ ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചില ക്രിയകൾ ഉപയോഗിക്കും. നിങ്ങൾ കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റെപ്പ് ഞാൻ മാറ്റി. കണ്ണു തുറന്ന് ധ്യാനിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാർത്തകാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ണടച്ച് ധ്യാനിക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി പകൽക്കാലം ജോലി, ക്ഷീണം, വെളുപ്പിന് എഴുന്നേറ്റ് പിള്ളേരെ വിടണം, ഭർത്താവിനെ വിടണം, അല്ലേ? അപ്പൊ 5 മണിക്ക് തുടങ്ങിയ കുസ്തിയായിരിക്കും. ചിലപ്പോൾ കണ്ണടച്ച് ധ്യാനിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവവചനത്തിലേക്ക് നമുക്ക് പോകാം. മറിയത്തിന്റെ പാട്ടിലേക്ക്. എന്താണ് മറിയം പാടിയത്? വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി. എന്താണ് വാക്കിന്റെ അർത്ഥം? വിശപ്പ് വേണം, അല്ലെ? സംതൃപ്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഉണ്ടില്ല. ആരെയാണ് ദൈവം സംതൃപ്തിയോടെ പറഞ്ഞു വിടാൻ പോകുന്നത്? വിശന്നിരിക്കുന്നവരെയാണ്. നല്ല വിശപ്പുള്ള സമയത്ത്, ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാവും. പിള്ളേര് വളരെ വിശന്ന് വരുന്ന സമയത്ത് നമ്മുടെ പിള്ളേരൊക്കെ വീട്ടിലെ യുവാക്കള് +1 +2 പുറത്തൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞ് പള്ളിമേടയിലേക്ക് ഇരുന്ന് പള്ളിമേടത്തിൽ വർത്താനൊക്കെ പറഞ്ഞ് ചിലപ്പോ വളരെ ലേറ്റായിട്ടൊക്കെ വന്നു, പുറത്തുനിന്ന് വന്നു, യാത്ര ചെയ്ത് വന്നു. വിശപ്പുള്ള സമയത്ത് നിങ്ങള് വലിയ ഡീറ്റെയിൽ ഡിഷൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേര് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ ഇന്നത്തെ മീൻകറി ഉണ്ടോ പോലെ അത് മതി മമ്മി എഴുതി കഴിക്കും. അതിന് വലിച്ചു വാരി തിന്നിട്ട് ഒരു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മമ്മി പറയും സൂപ്പറാന്ന് പറയും, അല്ലേ? ഇന്നത്തെ മീൻകറിയാണ്. ചിലപ്പോ പിള്ളേര് വരത്തൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി ചില അമ്മമാര് യൂട്യൂബൊക്കെ നോക്കി റെസിപ്പിയൊക്കെ നോക്കി നല്ല ഡിഷൊക്കെ ഉണ്ടാക്കി വെക്കും. ചിലപ്പോ ചൈനീസോ വെസ്റ്റേണോ ഒക്കെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും, നോൺ വെജ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പൊ പിള്ളേര് ചിന്തിക്കുകയാണ്, ഞാൻ പുറത്തുനിന്ന് തട്ടുകടയെന്നോ അല്ലെങ്കിൽ അവരിപ്പോ ഫ്രൈസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ ചൈനീസ് ഫുഡുകൾ. ഇതൊക്കെ കഴിച്ച് ഒരു വയറ് നിറഞ്ഞ വീട്ടിലേക്ക് വരും. മമ്മിയുടെ കാര്യമായിട്ട് നോക്കാറില്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കുക, സെറ്റ് ചെയ്ത് വെച്ചേക്കുക. മമ്മി മോനെ നിഷ്കന്നില്ലേ വന്ന് കഴിക്കുകയും ഇവന്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ മമ്മി ഉണ്ടാക്കിയതിന്റെ പേരിൽ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വെറുതെ ഒന്ന് കുറച്ച് കഴിച്ച് ഇവൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, മമ്മി തെറ്റുണ്ടാക്കി വെച്ചേക്കണം. മമ്മി തെറ്റാ ഉണ്ടാക്കി വെച്ചേക്കണേ. ഈ ഭക്ഷണത്തിന് രുചിയില്ലാത്തത് കൊണ്ടാണോ?
ഉണ്ടില്ല. ആണോ? അല്ല, പുറത്തുനിന്ന് നിറഞ്ഞു വന്നേക്കുന്നതുകൊണ്ടാണ്. വയറ് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രുചിക്കാൻ പറ്റില്ല, വേണ്ട. അതാണ് അതിന്റെ സംവിധാനം. എന്നാ വിശപ്പുണ്ടെങ്കിലോ? ഞാനൊക്കെ എന്റെ കുഞ്ഞുകാലത്ത് ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല കറി വെച്ച് തരാനില്ല. അമ്മ കൂലിപ്പണിക്കുമാണ്. അപ്പോ കറി ഒന്നും വെച്ച് തരാനില്ല. അതുകൊണ്ട് ചിലപ്പോൾ വല്ലപ്പോഴും ഓംപ്ലേറ്റ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോട്ടറി അടിക്കുന്ന പോലെയാണ്, ബമ്പറൊക്കെ അടിക്കുന്ന പോലെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ വല്ല തക്കാളി ചമ്മന്തി ഇങ്ങനെയൊക്കെ. അപ്പൊ അത് കാരണം സ്ഥിരമായിട്ട് ഹൈസ്കൂൾ വരെയൊക്കെ ചോറ് അവിടെ കിട്ടുമല്ലോ. അത് കഴിഞ്ഞാൽ ചോറ് കൊണ്ടുപോകത്തില്ല. 4 മണിക്കൊരു വരവുണ്ട്, വിശന്ന് പ്രാണം വലിയൊരു വരവുണ്ട്. ആ സമയത്ത് കറിയൊന്നും വേണമെന്നില്ല. മുളക് പൊടി ഇടുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു നാരങ്ങ ഒഴിക്കുക, കൂട്ടിന് പിടിപിടിക്കുക, അടിപൊളിയാണ്. ചൈനീസ് ഫുഡ് കഴിക്കില്ല, ടേസ്റ്റ്. അതാണ് കാരണം, വിശപ്പുണ്ട്. മറിയം പറയാണ്, വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് അവിടുന്ന് സംതൃപ്തരാക്കി, സമ്പന്നരെ. അപ്പൊ സമ്പന്നതയോടെ ഇരുന്നെന്തോ കുഴപ്പം? സമ്പന്നതയോടെ ഇരുന്നെന്തോ കുഴപ്പം? എങ്ങനെ പോകേണ്ടി വരും? നിറച്ചു പോകാൻ പറ്റില്ല, വെറുതെയോടെ കൊണ്ടുവരും. ചില ആൾക്കാർ ധ്യാനം കഴിഞ്ഞു പോകുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ചേട്ടനോട് ഞാൻ സംസാരിച്ചു, പറയാ എന്ത് പറയാനാ ബ്രദറെ, എങ്ങനെയുണ്ടായി ധ്യാനം ചോദിച്ചു. അപ്പൊ ആള് പറയാ, ബ്രദറെ എന്ത് പറയാനാ, ഇവിടെ ഒരു രക്ഷയില്ല. ആള് ഞാൻ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അട്ടപ്പാടി പോയി ആള് കുറെ ബിസിനസ് പറഞ്ഞു. അണക്കര ഞാൻ പോയി, എനിക്ക് വലിയ കാര്യം കിട്ടിയില്ല. അട്ടപ്പാടി ഞാൻ പോയി, സേവരാജന്റെ അടുത്ത് പോയി, അച്ഛൻ്റെ അടുത്ത്, അവിടെ പോയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ പല ലിസ്റ്റ് ആള് പറഞ്ഞു. എന്നിട്ട് ഒരു ധ്യാന കേന്ദ്രം ഡിവൈനിൽ വന്നേക്കുക. അവിടെ ഇവിടെ ഒന്നും വിട്ടുന്ന് കിട്ടിയില്ല. ഈ പുള്ളിക്ക് എവിടെ പോയാലും പലതും കിട്ടുമോ? ആളത് എവിടെ കിട്ടും നോക്കിയാൽ വിശന്നിട്ടില്ല. ഇപ്പോഴും സമ്പന്നതയിലാണ്, എവിടെയാണോ? അതുകൊണ്ട് പറയുന്ന ആള് വരുമ്പോ താടി മുടിയുണ്ടോ, കണ്ട താടി രൂപയിട്ടിട്ടുണ്ടോ എന്നല്ല നോക്കണ്ടേ. കർത്താവിന്റെ വചനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സ് തുറക്കണം, ഹൃദയം തുറക്കണം. അപ്പൊ വചനം പറയരുത്. പറയുന്ന ഇവിടെ കൂദാശ വൈദിക ബലിയർപ്പിക്കുമ്പോ വൈദികന്റെ ക്വാളിറ്റി കൊണ്ടല്ല കൃപ ഒഴുകുന്നത്, മറിച്ച് ഈ കൂദാശയിൽ ദൈവം കൃപ നിറച്ചു വെച്ചതിനാലാണ്. അതുകൊണ്ട് വൈദികന് ചിലപ്പോൾ ഇത്തിരി ദേഷ്യം ഉണ്ടായിക്കോട്ടെ, പക്ഷെ എന്തുണ്ടാവും? ബലിയിൽ അർപ്പണം ചെയ്യുന്ന വ്യക്തിക്ക് കൃപ കിട്ടും. എന്താ കാരണം അറിയാമോ? ഇതിന് ഫുള്ള് ആത്മാവും ജീവനും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹ ലേഖനത്തില് ഞാൻ ഒത്തിരി ഡീറ്റെയിലായിട്ടൊന്നും പറയാൻ സമയമില്ലാതൊന്നും പറയുന്നില്ല. അവിടെ പറയാണ്, വിശുദ്ധ ലിഖിതം ദൈവനിവേശിതമാണ്. അത് പ്രബോധനത്തിന് ഉപയോഗിക്കേണ്ട വശങ്ങളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിവേശിക്കപ്പെട്ട ഇതിനുള്ളില് ഇത് പ്രിന്റിംഗ് ടെക്സ്റ്റ്, ഇത് സാധാരണ ഒരു ബുക്കാണ് അല്ലേ? നിങ്ങൾ ഒരുപാട് ബുക്ക് കണ്ടിട്ടുണ്ട്. അതേപോലെ ഇത്തിരി വലിപ്പമുള്ള കുറച്ച് പേജസ് ഉള്ള കുറച്ചധികം വാക്കുകളുള്ള ഒരു ബുക്ക്. അപ്പൊ ഈ ബുക്ക് ആരെങ്കിലും കത്തിച്ചു കഴിഞ്ഞാൽ കത്തുവോ? ഈ ബുക്ക് കത്തിച്ച കത്തുവോ? അത് സാധാരണ ബുക്ക് കത്തിച്ച കത്തുവോ? കത്തും. ദൈവവചനമായതിന്റെ പേരിൽ കത്താതിരിക്കുവോ? ഉണ്ടല്ല, കത്തും അല്ലേ? അപ്പോ ഈ ഒരു വള്ളി പ്രിന്റിങ്ങിലോ അല്ല ഇതിന്റെ ക്രമീകരിക്കുന്നത്. ഇത് ദൈവം പറഞ്ഞ വാക്കുകളായതുകൊണ്ട് ആ വാക്കിലാണ് ദൈവത്തിന്റെ ക്രമീകരിക്കുന്നത്. ഇതാരും സ്വീകരിക്കുന്നു അതുകൊണ്ട് ഇറച്ചിയാക്കി ചോര കല്ലിൽ ഒഴിച്ച് കലക്കി കുടിക്കുന്ന മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് ദൈവം പറഞ്ഞു വെച്ച വാക്ക് ഒറ്റയ്ക്ക് അവന്റെ ഹൃദയത്തിലേക്ക് ചെന്നപ്പോ ആള് നിർത്താതെ കരഞ്ഞെന്ന് പറയണം. നിർത്താതെ കണ്ണീർ നിർത്താൻ പറ്റുന്നില്ല, എങ്ങനെയൊന്നുമില്ല, പക്ഷെ കണ്ണിങ്ങനെ ഒഴുകിക്കൊണ്ട് പോയി അദ്ദേഹം ഉപസാരിച്ചു. 2.5-3 മണിക്കൂർ സമയം. പ്രിയപ്പെട്ടവരെ, മറിയം വളരെ ഭംഗിയായിട്ട് നമ്മുടെ അമ്മ മേരി മാതാവ് എഴുതി വെച്ചിരിക്കുക, വിശന്നാൽ നിങ്ങൾക്ക് സംതൃപ്തി കിട്ടും. അഭിഷേകത്തോട് പറഞ്ഞ് വിശന്നാൽ സംതൃപ്തി കിട്ടും. പറയും, വിശന്നാൽ സംതൃപ്തി കിട്ടും, വിശന്നാൽ സംതൃപ്തി കിട്ടും. വിശക്കാതെ സമ്പന്നതയോടെ ഇരുന്നാൽ പറയും. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അക്കരയാണ് കൂടിയത് അല്ലേ? നമ്മുടെ തോമസ് അച്ഛനല്ല, ഞങ്ങൾ വട്ടായിരച്ചനെ ഞാൻ അവിടെ കൂടിയിട്ടുള്ളതാണ്. ഈ തോമസ് അച്ഛൻ പറയുന്നത് ഞങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ട്. സമ്പന്നതയോടെ ഇരുന്ന് കഴിഞ്ഞാല്
ചിലപ്പോ അവിടെ കേട്ട വചന അവിടെ കേട്ടപ്പോഴായിരിക്കില്ല ചിലപ്പോ നമുക്കിത് ജീവൻ പ്രാപിക്കാൻ പോകുന്നത്. ചിലപ്പോ ഇവിടെ ഇരുന്ന് ഈ കൊടുങ്ങ റോസറി ഹില്ലിൽ ഇവിടെ ഇരുന്ന് നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്തായിരിക്കും ഈ ദൈവവചനം ദൈവപദ്ധതി പ്രകാരം നിങ്ങൾ ജീവൻ പ്രാപിക്കാൻ പോണേ. അപ്പൊ സമരയോടെ ഇരുന്നാലോ? മനസ്സിലായോ? അപ്പോ ഒരു സ്ഥലമല്ല, സ്ഥാപനമല്ല, ഇത് ദൈവം ഇതിൽ ക്രമ നിറച്ചതിനാലാണ് നമുക്ക് ക്രമ കിട്ടുവാൻ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈകൊന്ന് വീഴ്ച പറഞ്ഞേ ഹല്ലേലൂയ. ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈ താഴ്ത്തിക്കോ. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 44 എഴുതി വെച്ച് ഇന്ന് ദൈവവചനം കേൾക്കാൻ ദൈവം നിങ്ങളെ ഇവിടെ ഇരുത്തുന്നത് ദൈവം ആഗ്രഹിച്ചു. അവിടെ എഴുതി വെച്ച് എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അടുത്തേക്ക്. ഇപ്പോ ആദ്യം ഞാൻ റോസറിയില് ആ സമയത്തേക്ക് വന്നപ്പോ ശരിക്കും ടെൻഷൻ അടിച്ചു പോയി. ഇതിനെ വഴിയൊന്നും പിടിയിട്ടൊന്നുമില്ലേ, എങ്ങനെ വരണ്ടേ? അപ്പുറത്തെ ഒരു തിരിഞ്ഞു, അത് കഴിഞ്ഞു വഴി അതെല്ലാം ഉറപ്പ് വീണ്ടും തിരിച്ചു വന്നു ഈ വഴിയാണ്. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് വഴി അറിയാം. ഹല്ലേലൂയ. ദൈവവചനം പഠിക്കുന്നത് വരെ നമുക്ക് ഇതേ അവസ്ഥയാണ്. മനസ്സിലായോ? അത് ചിലപ്പോ എന്താ ശരി, അവിടെ പറയണ്ടല്ലോ കുറെ കാര്യം, ഇവിടെ പറയണ്ടല്ലോ കുറെ കാര്യം, അപ്പൊ അതാണോ ശരി, ഇതാണോ ശരി? പക്ഷെ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിൽ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ എന്താണ് സത്യം? യേശുവാണ് സത്യം. യേശുവിനെ അറിയുമ്പോ, യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ നമ്മുടെ ജീവിതത്തിൽ ടോട്ടലി മാറും. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് റോഡിന്റെ നിയമം നോക്കേണ്ട കാര്യമുണ്ടോ? ഫ്ലൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് റോഡിൽ വണ്ടി ഓടിക്കുന്ന ആളുടെ നിയമം നോക്കണോ? എന്താ നോക്കേണ്ടത് കാരണം? എന്താ നോക്കേണ്ടത് കാരണം? ആള് ഫ്ലൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോ ഏത് നിയമം വേണ്ടത് ആ നിയമം ചൂസ് ചെയ്താൽ മതി. ക്രിസ്തുവിലാകുന്നത് വരെ നിങ്ങൾ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. പക്ഷെ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നതിനാൽ അവന്റെ ഇഷ്ടത്തിലാണ് കീഴടങ്ങി പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് യേശു നിങ്ങളെ കൊണ്ടുവന്നിരിക്കുക. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നു. ഇപ്പൊ റോസറി ഹില്ലിലേക്ക് കടന്നു വരുന്ന വഴിയിൽ ഇങ്ങനെ റോസറി ഹിൽ ആശ്രമം എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എഴുതി വെച്ചേക്കുന്ന കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ ബോർഡ് ഇങ്ങനെയാണ് എഴുതിയെന്ന് ചിന്തിക്കുക. റോസറി ഹിൽ ആശ്രമത്തിലേക്ക് ഈ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല, അങ്ങനെ ഒരു ബോർഡാണ് എഴുതിയ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? റോസറി ഹിൽ ആശ്രമത്തിലേക്ക് ഈ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല, അങ്ങനെയാണ് ഒരു ബോർഡ് വെച്ചേക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? പറയോ പറ. അപ്പൊ ആ വഴി മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ചിരിക്കുക, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ എന്ത് ചെയ്യാതെ ഉറക്കമുണ്ട്. എന്ത് ചെയ്യപ്പെടാതെ? ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അടുത്തേക്ക്. അപ്പൊ ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന തോമസിന്റെ പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് റോസറി ആശ്രമത്തില് ഇവിടെ വന്നത് മറ്റാരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടാണോ? ദൈവം കൊണ്ടുവന്നു. അവിടെ എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ മറ്റൊരു വഴിയില്ല. അപ്പൊ ചില ആൾക്കാർ ധ്യാനത്തിനൊക്കെ വരുമ്പോഴേ, സാധാരണ ധ്യാനങ്ങൾക്കൊക്കെ വരുമ്പോ ചിലപ്പോ അധികം ആൾക്കാരായിട്ട് സംസാരിക്കാറില്ല, പൊതുവെ ശൈലി അതാണ്. അപ്പൊ എന്റെ അടുത്ത് വന്ന് വർത്തമാനം പറയുന്ന ചിലരുണ്ടാവും, ദൈവന്റെ പാട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ. അപ്പൊ അവരോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു വരുമ്പോ ഞാൻ ചോദിക്കാം, എന്താ ധ്യാനത്തിന് പോകുന്നത്? അപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട്, ഈ കുടിയൊന്നും നിർത്താം, അതിന് വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ പറയും ഭയങ്കര കണാണെന്ന് പറയും, ഒരു രക്ഷയില്ല. ചിലർ പറയാറുണ്ട് രോഗമാണ്, ആ രോഗത്തിൽ നിന്നൊരു ശാന്തിയാണ്. അപ്പൊ പലരും വന്നതിന്റെ കാരണം രോഗമാണ്, പറയും കടമാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധികൾ കൊണ്ടുവന്നെന്ന് വെച്ചിട്ട് വിരിക്കുന്നു. അവര് വിചാരിക്കുന്നത് എന്റെ രോഗമാണ് എന്നെ കൊണ്ടുവന്നേക്കണെന്നാണ്, എന്റെ കടമുള്ളവരെ അവിടെ എത്തിയെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച്, രോഗമുള്ളവരെയാണ് കർത്താവ് ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ വശം കെട്ട് ഇപ്പൊ ചാവുന്ന രോഗികൾ എത്രയുണ്ട് ലോകത്ത്? അപ്പൊ അവരെയല്ലേ കർത്താവ് ആദ്യം കൊണ്ടുവരണ്ടേ? വേണ്ടതില്ലല്ലോ, അല്ലേ? എങ്ങനെയല്ലേ? കടമുള്ള ആളാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ കടമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ധ്യാനിക്കാൻ വന്നു, അല്ലെങ്കിൽ ഇവിടെ ഏകദിനത്തിൽ വന്നു എന്ന് ചിന്തിച്ചാൽ
നമ്മളെക്കാളൊക്കെ കടം, എനിക്കുണ്ട് കടം, നിങ്ങൾക്കുണ്ട് കടം. പക്ഷെ നമ്മളെക്കാളൊക്കെ വലിയ കടമുള്ള ആൾക്കാർ എത്രയുണ്ട് ലോകത്ത്? അങ്ങനെയാണെങ്കിൽ ദൈവം അവരെല്ലാം ഇവിടെ കൊണ്ടുവരണ്ടേ? കോട്ടയിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. എനിക്ക് അറിയുന്ന ഒരു കൗൺസിലർ, അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ്. അവിടെ ഒരു യുവാവ് വളരെ കൗൺസിലിംഗ് വന്നിരുന്നപ്പോൾ തന്നെ അവൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത്, ഫേസൊക്കെ ആകെ ഗ്ലൂമി ആയിട്ട്. അപ്പോ ബ്രദർ ചോദിച്ചു, മോനെ എന്ത് ഇതാകെ വാടിയൊക്കെ ബ്രദറെ, എനിക്ക് 50 ലക്ഷം കടമുണ്ട്. 50 ലക്ഷം കടമുണ്ട്. എടാ, നീ 50 ലക്ഷം കടമുകൊണ്ടാണ് നീ വിഷമിച്ചിരിക്കുന്നത്. എനിക്ക് 3 കോടി കടമുണ്ട്. എനിക്ക് കൗൺസിലിംഗ് ഇരിക്കുന്ന ആൾക്ക് 3 കോടി കടമുണ്ട്. കൗൺസിലിംഗ് വന്നവർ എത്ര കോടി, അല്ല എത്ര ലക്ഷം ഉണ്ട്? 50 ലക്ഷം. 50 ലക്ഷം ആകെ രാശപ്പെട്ടിട്ടാണ് ഇവിടെ വന്നേക്കണേ. ഇപ്പൊ 3 കോടിയുള്ള ആളുകൾ തിരിച്ചിട്ട് പറയാണ്, കർത്താവ് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു ധ്യാനത്തിനോ ഒരു സുവിശേഷത്തിനോ ഒരു ഏകദിനത്തിനോ ഒരു കൺവെൻഷനോ പോകുമ്പോ എന്റെ പ്രശ്നമുള്ളത് കൊണ്ട് പോകുന്നു എന്ന് ചിന്തിക്കരുത്. കർത്താവിനെ കൊണ്ടുപോകുന്നത് അത് അങ്ങനെ പ്രശ്നമാണ് കൊണ്ടുവന്നത്. നിങ്ങളെക്കാളും എന്നെക്കാളും ഒക്കെ പ്രശ്നങ്ങളുള്ള, രോഗങ്ങളുള്ള, കടമുള്ള, പ്രതിസന്ധിയുള്ള അനേകം ലോകത്തുണ്ട്. അപ്പൊ കർത്താവ് എന്നെ സ്നേഹിക്കുന്നതിനാല്, എന്നെ കൂടുതൽ വ്യക്തിപരമായി അറിയുന്നതിനാല് എന്നെ ഇവിടെ കൊണ്ടുവന്നു. അവനെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റോസ്ലിംഗിലേക്ക് വരുമ്പോ ഈ വഴിയില്ലാതെ മറ്റൊരു വഴിയില്ലാതെ ബോർഡ് വെച്ച് അതിന്റെ അർത്ഥം ആ വഴിയേ ഉള്ളൂ. ഇവിടെ യോഹന്നാൻസിക പറഞ്ഞു വെച്ചത്, എന്റെ പിതാവ് ആകർഷിക്കാണ്ട് അപ്പൊ നിങ്ങളെ ദൈവം കൊണ്ടുവന്നതല്ല. അവർക്ക് പറയാം, ആര് കൊണ്ടുവന്ന? അടുത്ത ആൾ ശരിക്കും കൊടുത്തത് പറഞ്ഞ്, നീ തന്നെ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. പറയും എനിക്കൊരു എക്സസൈസ് വേണ്ടേ? അപ്പൊ ആരാ കൊണ്ടുവന്നേ? ബസ് കയറി ഒന്നും പറയരുത്. അവരമ്മയ്ക്ക് ആരാ കൊണ്ടുവന്നു? ഞാൻ ബസ്സിലാണ് വന്നതെന്ന് പറഞ്ഞു. ബസ്സിൽ കാര്യം, മക്കൾ കൊണ്ടുവന്ന കാര്യമില്ല, കർത്താവ് കൊണ്ടുവന്നു. ഒരു ധ്യാനത്തിൽ ഞാൻ ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് യുവാക്കളുണ്ട് ഒന്നിച്ച് വന്നു 2 പേര്. ഞാൻ യുവമാനെ ശ്രദ്ധിച്ചു. യുവമാർക്ക് ഭയങ്കര ചിരി, പൂരെ ചിരി. അപ്പൊ ഞാൻ ഇവരിങ്ങനെ ചിരിക്കണേ. ഞാൻ കോടതിയൊന്നും പറഞ്ഞില്ലല്ലോ, ഇത്ര പറഞ്ഞുള്ളൂ, നീ തന്നെ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നാണ്. എന്താ പറയണ്ടേ? ഇവര് ചിരിക്കുക. ഞാൻ ആ പറ്റി കൂടി ശ്രദ്ധിച്ച് അടുത്തേക്ക് 2 സ്റ്റെപ്പ് വെച്ചിട്ട് കാര്യം ശ്രദ്ധിച്ചു. അപ്പൊ ഇവര് ഷെയ്ക്കിന്റെ കൂടുതൽ ചിരിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ തന്നെ വന്നതല്ല, ദൈവം നിനക്ക് പണി തന്നതാണ്. നീ തന്നെ വന്നതല്ല, ദൈവം നിനക്ക് പണി തന്നതാണ്. വേറെ വേണം ചിരിക്കാനായിട്ട്. നീ തന്നെ വന്നതല്ല, ദൈവം നിനക്ക് അങ്ങനെ പണി കിട്ടുമെന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ സത്യസന്ധത. ഒരാളുടെ ഇങ്ങനെ കൈ പൊക്കി വേഗം കൈ വരരുത്. അവർക്ക് പറ ഹല്ലേലൂയ. ചിലരോട് പറ ഹല്ലേലൂയ. ദൈവം കൊണ്ടുവന്നവരുടെ ശബ്ദം ഇങ്ങനെയല്ല, ഹല്ലേലൂയ. ദൈവമാണ് എന്നെ കൊണ്ടുവന്നവിടെ എത്തിയേക്കണേ എന്ന് ബോധ്യമുള്ളവർ ഇത്ര സംഭവം നിർത്താൻ പോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മളിന്ന് ചിന്തിച്ചു പോകുന്ന കാര്യം ദൈവജനത്തിലെ കൂടുതൽ നമ്മൾ വില കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ 1-2 ചിന്തകൾ മാത്രമാണ് പറയാനുള്ള ചുരുങ്ങിയ സമയം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൽ 1-2 കാര്യം, ഒരു ജീവനുള്ള ഒരു വിശ്വാസത്തെ കുറിച്ച് നിങ്ങളത് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ഏകദിനത്തിനോ കൺവെൻഷനോ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നതാണ് ഭയങ്കര ശബ്ദത്തിലുള്ള ആരാധന, ശബ്ദത്തിലുള്ള പ്രാർത്ഥന, ഉച്ചത്തിലുള്ള സ്തുതിപ്പ്, അല്ലെ? ചിലപ്പോൾ പറയും ഒരു മൈക്കൂടെ പോരാ പോരാ പോരാ, ശബ്ദം വരട്ടെ, ശബ്ദം വരട്ടെ. അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും എന്തെന്ന് കൂടെ അങ്ങനെ കൂകിയാൽ മതി, നമ്മളെ തോന്നില്ലല്ലോ ഇതിനെ, അല്ലെ? അങ്ങനെ തോന്നാൻ പോലെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പനക്കലശന്റെ ധ്യാനമാണ് ആദ്യം കൂടാൻ പോയത്. പനക്കലശന്റെ ധ്യാനം കൂടാൻ പോയത് ഞാൻ 17ാമത്തെ വയസ്സില് ഒരു അഫയർ ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഇതിന് പ്രശ്നമൊക്കെ ആയി വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയില് സാധാരണ അന്നത്തെ കാലത്തൊക്കെ നന്നാക്കാൻ പിള്ളേരെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഏത് സ്ഥലം? ചില അമ്മച്ചിമാര് അച്ഛന്മാരുടെ അടുത്ത് തോമസത്തിന്റെ അടുത്ത് കൊണ്ട് ഒത്തിരി നന്നാക്കി തരുമോ ഇത് വീരങ്ങാണോ നന്നാക്കാൻ, അല്ലെ? എന്നാലും അമ്മച്ചിമാര് സങ്കടത്തോടെ കൊണ്ട് നന്നാക്കാൻ കൊണ്ടുപോകും. അങ്ങനെ എന്നെ നന്നാക്കാൻ കൊണ്ടുപോയിട്ടാണ് ഡിവൈൻ ധ്യാനിക്കുന്നത്. മുട്ടൻ ഉഴപ്പലായിരുന്നു ഞാൻ അന്നൊക്കെ ഒരു എന്റെ പള്ളിയിലും എനിക്കൊരു ചെറിയ ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെത്.
അപ്പൊ അതുകൊണ്ട് എൻ്റെ അമ്മ ഒരു ഇന്റർകാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അപ്പയൊക്കെ ആയിട്ട് അങ്ങനെയാണ് എൻ്റെ ജനനം. അതിനാൽ തന്നെ അങ്ങനെ കുറച്ച് കുഞ്ഞിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്നത് ഒരു ഹിന്ദു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് അമ്പലം, തൊട്ടടുത്തൊരു അമ്പലം, അങ്ങനെ അതുകൊണ്ടൊക്കെ ഞാൻ കുഞ്ഞിലൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ അമ്പലങ്ങളിൽ വെക്കുന്ന ചില പാട്ടുകൾ ഞാൻ വെറുതെ പാടിക്കൊണ്ടിരുന്നത്. 2 പാട്ടുകളാണെന്ന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു ആ കാലത്ത്. ആ 2 പാട്ടും പാടുമ്പോഴും ചൂലും കേട്ടുകൊണ്ട് അമ്മ കാലപ്പെട്ടിരിക്കുന്നത്. ഒന്ന് മരണപ്പാട്ട്, രണ്ടാമത് അമ്പലത്തിലെ പാട്ട്. നമ്മുടെ ഓഫീസിന്റെ പാട്ടുകൾ ഞാൻ കൂടുതൽ പാടുമായിരുന്നു. അതിങ്ങനെ വെറുതെ പാടും. മന്ദിരത്തിന്റെ വെളിച്ചത്തിൽ വിടവാങ്ങും, ഇങ്ങനെയുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ പാട്ട് ഈ പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തിരുന്നു. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ പാടുന്നതാണ് ഈ അമ്പലങ്ങളിൽ വെക്കുന്ന പാട്ടുകൾ. കാരണം അവിടെ കൂടുതൽ അതായിരുന്നു, 2 അമ്പലം അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കേട്ട് അതാണ് കൂടുതൽ പാടിയിരുന്നത്. പള്ളിയിലൊക്കെ ഞാൻ പോകും, എന്നാൽ അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല. കുഞ്ഞുനാളിൽ തന്നെ എനിക്ക് മാമോദിസം കിട്ടി. ഞാൻ അങ്ങനെ ഒരു ക്രിസ്ത്യാനി ആയിട്ട് വളർന്നു വന്നു. പള്ളിയിലൊക്കെ പോകും, ആക്റ്റീവാണ്, ഓർഡർ ബോയായി, അങ്ങനെയൊക്കെ ഇരുന്നാലും ഇങ്ങനെ വേണ്ടത്രൊരു വിശ്വാസജോലം എന്നുള്ള ഒരു ജീവിതമായിരുന്നില്ല. അങ്ങനെ 7ാം ക്ലാസ്സിൽ വെച്ചാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ധ്യാനത്തിൽ പോയത്. 7ാം ക്ലാസ്സിൽ വെച്ച് അന്ന് ഞങ്ങള് പള്ളിയിൽ നിന്ന് ഒരു 10-13 പേര് ഒരു ജീപ്പില് ഡിവൈനില് മനപ്പറമ്പ്, അന്നൊരു മനയായിരുന്നു അത്. ഡിവൈനെടുത്ത് ഒരു ഓരക്ഷത്തൊക്കെ കെട്ടി കോട്ടയം ക്രിസ്ത്യനിലെ ടീം വന്നിട്ട് ഡിവൈൻ്റെ ഉള്ളിൽ ധ്യാനം. ആ ധ്യാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ധ്യാനിക്കാൻ പോയത്. കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചും ചിരിച്ചു, പിള്ളേരെ പരിപാടിയായിരുന്നു, രസമായിരുന്നു. അവിടെ ഓടിച്ചെന്ന് ഇങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിച്ചും ചിരിച്ച് ആദ്യത്തെ ദിവസമൊക്കെ പോയി. 2ാം ദിവസം മോർണിംഗ് ടൈമില് തോമസ് കോരി എന്ന് പറഞ്ഞ ബ്രദറാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാപത്തെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. അങ്ങനെ 8-8:30 നേരമായി. 8-8:45 നേരത്ത് എഴുന്നേറ്റ് മക്കളെ നമുക്ക് കാപ്പ് കുടിക്കാൻ പോവാം, കാപ്പ് കുടിക്കണ്ടേ ബ്രദറെങ്കിലും ചോദിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഞങ്ങള് ആവേശത്തോടെ കാപ്പ് കുടിക്കാം. ഹല്ലേലൂയൊക്കെ പറയുന്നത് ഞങ്ങൾ ഇടിവിട്ട സ്വരത്തിലാണ് പറയുന്നത്. 1600 വരെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുത്തി ഒറ്റ വർഷത്തിൽ 1600 കുട്ടികൾ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ധ്യാനം കൂടി നന്നായിട്ട് വീട്ടിൽ വന്നപ്പോൾ ആദ്യത്തെ ധ്യാനം കൂടി മോശമായിട്ട് വീട്ടിൽ വന്ന ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ടൈം വരെ അത്യാവശ്യം പള്ളിയിൽ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്തിരുന്ന ആളാണ് ഞാൻ. എന്നാൽ ആ ധ്യാനത്തിൽ 2ാം തരത്തിലൊരു പ്രശ്നം പറ്റി. ബ്രദർ കാപ്പി കുടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് കൈ ഉയർത്തിയിട്ട് നമുക്ക് കാപ്പിക്ക് ഉണ്ടാക്കി തരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കളെ. മക്കളൊക്കെ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കഴിയാണ്. കൈ ഉയർത്തി സ്തുതിച്ചേ. അപ്പൊ ഞങ്ങളൊക്കെ നിഷ്കളങ്കമായിട്ട് വിട്ടു സ്തുതിക്കുക. ഇങ്ങനെ മത്സരിച്ചൊക്കെ സ്തുതിക്കുന്നത്. കാരണം അവരെക്കാളും ശബ്ദത്തിന് ഞാൻ സ്തുതിക്കണം, ഇങ്ങനെയുള്ള ചിന്തയിലൊക്കെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ഒട്ടും വിട്ടു കൊടുത്തില്ല. പിള്ളേരെ പോലെ നല്ല ശക്തിയിലെ കൈ ഉയർത്തി കണ്ണടച്ച് സ്തുതിച്ചു. പെട്ടെന്ന് കാപ്പ് കുടിക്കാന്ന് പറഞ്ഞോണ്ടെന്ന് അറിയാൻ പാടില്ല, കൈ ഉയർത്തി ഞാൻ ഹാലലിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിലൂടെ ചിന്ത ഇങ്ങനെ പോയി, ഇന്ന് കാപ്പിക്ക് എന്തായിരിക്കും, അപ്പമായിരിക്കുമോ ബ്രെഡായിരിക്കുമോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അല്ലേ, പിള്ളേരല്ലേ, ഇങ്ങനെ ഉണ്ടാവും. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ മൈക്കിലൂടെ പറഞ്ഞ എല്ലാവരും ഇരുന്ന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം ആദ്യത്തെ ദിവസങ്ങളായതുകൊണ്ട് ബുക്ക് സ്റ്റാൾ പുറത്തും ബുക്ക് മേടിക്കേണ്ട കാര്യം, മൊത്തം മേടിക്കേണ്ട കാര്യം, പേന മേടിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒന്നുകൂടെ പുള്ളിക്കാരനെ ഇരുത്തിയ സമയത്ത് ഞാൻ ഈ അപ്പവും ബ്രെഡും മുട്ടയൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന കാരണം പെട്ടെന്ന് കേട്ടില്ല. എല്ലാ പിള്ളേരും ഇരുന്നു. ഈ 1200 പിള്ളേര് 1600 പിള്ളേര് ഇരുന്നു. ഏതാണ്ട് നടുഭാഗത്ത് ഞാനിരിക്കണേ. 9ാം മണിക്ക് ശത്രു എന്ന് പറഞ്ഞ പോലെ ഞാൻ മാത്രം കൈ തിരിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക. എന്റെ തൊട്ടടുത്ത കൂട്ടുകാരെ ഇപ്പുണ്ട്. അപ്പൊ അവൻ വിചാരിച്ചു ഇവരെത്തപ്പെടുന്ന മനസ്സാത്രം ഉണ്ടായോ, ഇപ്പൊ ഇരിക്കും എന്ന് വിചാരിച്ചു അവൻ കുറച്ചേരം വെയിറ്റ് ചെയ്തു. എല്ലാവരും ഇരുന്നിട്ട് ഒരു 10-12 സെക്കൻഡ്, കൂടുതൽ സമയമൊന്നും ഞാൻ ഒന്നുമില്ല, ഒരു 10-12 സെക്കൻഡ് ഇരിക്കാത്ത വന്നപ്പോ മനസ്സിലായി ഇത് കിളി പോയി നിൽക്കുകയാണ്. അപ്പൊ കൂട്ടുകാരോട് തട്ട് തട്ടിയത്. അപ്പൊ ഞാനിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക, ഞാൻ പ്രാർത്ഥിക്കുന്ന അർത്ഥത്തിൽ. പെട്ടെന്ന് എനിക്ക് കാര്യം മനസ്സിലായി, എല്ലാവരും ഇരിക്കുക, ഞാൻ മാത്രം നിൽക്കണമല്ലോ. ഞാൻ പെട്ടെന്ന് കസേരയിലിരുന്ന് നാളെ ഇരുന്നു. നാളെ വന്നിട്ട് ആ ലജ്ജ അന്ന് മുതൽ സ്തുതിപ്പിന്റെ പ്രാർത്ഥനയും ആത്മീയ പ്രാർത്ഥനകളിൽ നിന്നും എന്നെ പിൻവലിച്ചു. പിന്നീട് എനിക്ക് സ്തുതിക്കുന്നത് ഇഷ്ടമല്ല, സ്തുതിപ്പ് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അതിനോട് സഹകരിക്കില്ല. അന്ന് എത്ര അടയ്ക്കാൻ പറഞ്ഞാലും പൂക്കുറ്റി പോലെ നിൽക്കും. ഞാൻ CLC മീറ്റിങ്ങിനൊക്കെ പോയിട്ട് സിസ്റ്റേഴ്സ് വന്ന് ക്ലാസ് എടുക്കുമ്പോൾ കണ്ണടക്കി എന്റെ കുഞ്ഞു വന്ന് കണ്ണടയ്ക്കാനാ പറയണേ. എന്നാലും ഞാൻ പൂക്കുറ്റി പോലെ നിൽക്കും. അത് റിസ്ക് മനസ്സിലായി. ഇത് എത്ര പറഞ്ഞാലും നേരെയാവുന്ന സാധനം. കാരണം എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. കണ്ണടച്ചിട്ടൊരു പണിയും ചെയ്തത്. അന്ന് മുതൽ ഞാൻ കണ്ണടയ്ക്കുന്നില്ല. ഈ സ്തുതിക്കാൻ പറഞ്ഞാൽ കൈ പോകത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളായിരുന്നു. അങ്ങനെ 2ാമത്തെ ഞാനാണ് ഈ 17ാമത്തെ വയസ്സിൽ നന്നാക്കാൻ പറ്റുന്ന സമയം. പനക്കിലച്ചന്റെ ധ്യാനത്തില് മുട്ടുഴപ്പനായിട്ട് ഞാൻ എന്റെ മനസ്സിൽ
ധ്യാനം കൊടുക്കണമെന്നില്ല, നാട് വിട്ടു പോയേക്കാം. കാരണം വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടുകാർക്ക് ഭയങ്കര പേടി, ഇനി വല്ല പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ. അപ്പൊ അത് കാരണം നാട് വിടാന്നുള്ള ചിന്തയാണ് എന്റെ മനസ്സിൽ. അപ്പൊ ധ്യാനത്തിന് എന്റെ അടുത്തുള്ള ഒരു സുഹൃത്ത് അവിടെ ഡിവൈനിൽ വാർക്കുകയുണ്ടായി. അദ്ദേഹം അവിടെ ഉള്ളത് കൊണ്ട് ഡിവൈനിൽ പോയി ധ്യാനിക്കാനായിട്ട്. അങ്ങനെ അവിടെ മനക്കലസിന്റെ ധ്യാനം ആദ്യത്തെ ദിവസം എനിക്ക് ഇഷ്ടമായി. ആദ്യത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഡേ നമ്മുടെ ഒരു സമർപ്പണ ദിവസമാണ്. അപ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന മാത്യു തലത്തിൽ എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛനിങ്ങനെ ഓരോ കുർബാന നടക്കണ കുർബാനയുടെ ഇടയിൽ പ്രസംഗത്തില് നിങ്ങളുടെ ബീഡി, സിഗരറ്റ്, ഹാൻസ്, പാൻപരാഗ്, മദ്യക്കുപ്പി നിങ്ങൾ കൊണ്ടുവന്നിട്ടോ ഒക്കെ കുരിശിന്റെ ഉള്ളിൽ കൊണ്ട് നിക്ഷേപിക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ കുരിശുണ്ട്, അവിടെ വലിയൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ ബീവറേജിനേക്കാളും വലിയ ക്യൂ ആണ് ഈ കൊണ്ടുവന്ന സാധനം ഇവിടെ കൊണ്ടിടാൻ. ബീവറേജിനകത്ത് വലിയ ക്യൂ ഞാൻ നോക്കുമ്പോ അപ്പൊ പിന്നെ വീണ്ടും അച്ഛൻ ഓരോ വചനം പറയും, വീണ്ടും പറയും നിങ്ങളുടെ പെട്ടിന്റെ അടിയിൽ തലേണിന്റെ അടിയിലൊക്കെ വെച്ചിരിക്കുന്നത്, നിങ്ങൾ ബാഗിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ പറയുമ്പോൾ വീണ്ടും വീണ്ടും ആൾക്കാരെ എഴുന്നേറ്റ് പോയിക്കൊണ്ടിരിക്കുക, വരികളൊന്നും നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന്മാരൊക്കെ ഭയങ്കര സംഭവമാണ്. കാരണം നമുക്ക് കൊണ്ടുവന്ന ഫുൾ സെറ്റ് ആയിട്ട് വന്നിരുന്ന ധ്യാനത്തിന് ബാത്റൂമിലൊക്കെ പോകണമെന്ന് ഉപയോഗിക്കാൻ. ചിലപ്പോൾ ഈ ടോയ്ലറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, രണ്ട് പോക വിട്ടില്ലെങ്കിൽ ടോയ്ലറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഇവരത് എങ്ങനെയെങ്കിലും ധ്യാനകേന്ദ്രത്തെ മയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ, അവരെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മദ്യക്കുപ്പി, ഹാൻസ്, പാൻപരാഗ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിടുക. അപ്പൊ അതൊരു വലിയ കാഴ്ചയായിട്ട് ഇഷ്ടപ്പെട്ടു കലങ്ങിയിരുന്നു. രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് റെഡിയായി മ്യൂസിക് സെക്ഷൻ ആയിരുന്നു. 7:15 വരെ മ്യൂസിക് സെക്ഷൻ ആണ്. 7:15 നമ്മൾ പറഞ്ഞു കേട്ട ഈ മഹാസംഭവമായ സ്റ്റേജിലേക്ക് എത്തി. അപ്പൊ ഇൻട്രൊഡ്യൂസിങ് ചെയ്തു. നമ്മുടെ ഡയറക്ടറായിട്ടുള്ള പനക്കലച്ചനാണ് ഇത് ക്ലാസ് എടുക്കുന്നതൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ കേട്ടത് പനക്കലച്ചൻ ചെറുപ്പമാണെങ്കിലും നമുക്കറിയാം, ഇങ്ങനെ കേട്ടുപരിചയം. പനക്കലച്ചന്റെ വാക്ക് സ്വകാര്യം പറയുന്ന പോലെ പ്രസംഗം പറയുക, പ്രിയപ്പെട്ടവരെ ചെറിയ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഇടയ്ക്ക് മാത്രം ചെറിയ ശബ്ദം ഉള്ളൂ, ബാക്കിയൊക്കെ വളരെ സൈലന്റ് ആയിട്ട് പറയും. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ വലിയ സംഭവങ്ങളായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പറയണേ. അങ്ങനെ 8:30 വരെ അച്ഛന്റെ പ്രസംഗം എനിക്ക് നല്ല ബോറായിട്ട് തോന്നി. ഉറക്കം വരുന്നുണ്ടായി. ഉറക്കത്തേക്ക് അതിജീവിച്ച് ഞാൻ 8:30 വരെ പിടിച്ചിരുന്നു. കാരണം 8:30 വരെ പിടിച്ചിരുന്നു നമുക്കറിയാം 8:30 ഇത് കിട്ടും, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, കാപ്പി കിട്ടും. അങ്ങനെ പ്രതീക്ഷിച്ച് 8:30 വരെ കഴിച്ചു പൊളിച്ചും അങ്ങനെ കണ്ണൊക്കെ കുത്തി പൊളിച്ചിട്ട് ഇരുന്നു. കാരണം ഞാൻ എങ്ങനെ ഉറങ്ങുന്നില്ല. അങ്ങനെ ഈ 8:30 പനക്കലച്ചൻ മനസ്സറിഞ്ഞ പോലെ എഴുതിച്ചു. അത് സൂക്ഷിക്കാൻ പറഞ്ഞു. അച്ഛൻ വീണ്ടും അച്ഛൻ കൈകൊത്തി അച്ഛന്റെ ഭാഷാപര ശൈലിയിലൊക്കെ പ്രാർത്ഥിച്ചു. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ചേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും, അതിന് സ്വയമായിട്ട് ചെയ്യും. അധികം നേരം നിൽക്കൊന്നുമില്ല. കാരണം ഞാൻ ധ്യാനിക്കുമ്പോൾ 7000 പേര് ധ്യാനിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാനിവിടെ തന്നെ അത് നോക്കാനൊന്നും പോകുന്നില്ല. ഞാനവിടെ സ്വയമായിട്ടിരിക്കും. എനിക്ക് ആ ധ്യാനത്തിന് ആകെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിശയം, ഇങ്ങനെ കൈയടിക്കും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പിടിക്കുന്നത് ഇരുന്നിട്ട് പാട്ടിന് നേരത്തെ. അപ്പൊ ഇവര് കൈയടിക്കുന്നത് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെയാണ് എന്റെ നേരം പോക്കുകൾ. അങ്ങനെ പനക്കലച്ചനെ 8:30 എഴുന്നേപ്പിച്ചിട്ട് സുഖിക്കുകയായിട്ട് വീട്ടിൽ ഇരുത്തി. കാപ്പി തരുന്ന് വിചാരിച്ചിരുന്നേ അച്ഛൻ നേരെ വീണ്ടും ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. വീണ്ടും അച്ഛൻ പ്രസംഗം പറഞ്ഞു. 9:30 വരെ പിടിച്ചിരുത്തി ഇങ്ങനെ ഇരിക്കുക. 9:30 വരെ വീണ്ടും പിടിച്ചിരുന്നു. കാരണം 9:00 എന്തായാലും കാപ്പി തരും. 8:30 9:30 സമയമില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. 8:00 പനക്കലച്ചൻ വീണ്ടും എല്ലാവരും എഴുന്നേപ്പിച്ചു. കൈയൊക്കെ സുഖിപ്പൊക്കെ നടത്തി. വീണ്ടും ഞാനത് സഹകരിച്ചില്ല. അപ്പൊ കാപ്പി തരുന്നത് ഞാൻ വിചാരിച്ച് പനക്കലച്ചൻ പറഞ്ഞു ഇരിക്കുക. വീണ്ടും പ്രസംഗം തുടങ്ങി. 10:20 വീണ്ടും എഴുന്നേൽപ്പിച്ചു. അപ്പൊ ഞാൻ ആ 9:30 കഴിയുന്ന സമയം മുഴുവൻ എനിക്ക് അച്ഛൻ്റെ എതിർച്ചിന്റെയാണ്. എന്താണ് അഭിഷേകം അച്ഛനൊക്കെ പറഞ്ഞു അല്ലേ, കാപ്പി തരുന്നില്ല. പിന്നെ അച്ഛൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുക, ബോറടിച്ച്. 10:20 പിന്നെ കാപ്പി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള മട്ടിലിരിക്കുന്നത്. അച്ഛൻ ബൈബിൾ എടുത്ത് ഇറങ്ങി പോകുന്നത് ഞാൻ അങ്ങനെ കാണാൻ ഇവിടെ നോക്കും. അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞ വഴിക്ക് അത് പുകുതി പോലെ എത്ര ഉണ്ടെങ്കിലും ഭയങ്കര ദേഷ്യമായിരുന്നു. ഓടി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് അച്ഛൻ ചിരിച്ച് എന്റെ മോനെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ തലോടെ ഇങ്ങനെ കാണിച്ചു. ഞാൻ ചെന്ന അതേ ദേഷ്യത്തിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കും, അച്ഛൻ ഈ വടു കൊടുത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കും, അച്ഛൻ ഈ വടു കൊടുത്തു ഞാൻ തൃശ്ശൂര് ഞാനിവിടെ സ്ലാങ്ങാണ്. കൂട്ടുകാരൊക്കെ പറഞ്ഞാൽ നീ എത്ര വടു കൊടുത്തു പറഞ്ഞു മര്യാദയ്ക്ക്. അതായത് തിരിയാതെ പറയുന്നൊരു ശൈലിയാണ്. നമുക്കറിയില്ല ഹാലിയാന്നുള്ള ഈ ഭാഷാപര പ്രാർത്ഥന നമുക്കറിയില്ല. അത് ഭാഷാപരം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിള്ളേരായിട്ട് കൂട്ടുകാരായിട്ട് സംസാരിക്കുമ്പോ നീ എന്തിന്റെ വളുകളെന്ന് പറയണം, മര്യാദയ്ക്ക് പറയണമെന്ന് പറയില്ലോ.
അതേ ശൈലിയിൽ അച്ഛനോട് അച്ഛാ ഞങ്ങൾ വിശന്നുപോയി അച്ഛൻ വളരെ കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്കൊരു മനസ്സിലാവും അച്ഛൻ പാവം ഇത് ഈ കട്ടയ്ക്ക് പോലെയുള്ള സാധനം വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഷോൾഡറിൽ കൈ ഇങ്ങനെ വെച്ചു. എന്നിട്ട് അച്ഛൻ ഞാൻ ചേർത്ത് പിടിച്ചു. മോനെ വിടാതെ ഇങ്ങനെ വിശേഷത്തിൽ ചോദിച്ചു. അച്ഛൻ നടക്കുന്നതോടൊപ്പം എന്നെ കൈ പിടിച്ചപ്പോൾ കൊണ്ടുപോയി കൂട്ടുപോയിലെടുത്ത് വരെ വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ വാക്ക് ഉപദേശം എനിക്ക് തന്നു. അത് ജീവിതത്തിൽ മറന്നില്ല. ആ ഉപദേശത്താണ് മോൻ ധ്യാനം കഴിയുമ്പോൾ അച്ഛനെ കാണണം. ധ്യാനം കഴിയും എനിക്ക് തോന്നി, ചിലപ്പോൾ അച്ഛന് തോന്നിയിട്ടുണ്ടാവും മൂന്നാമത്തെ പോത്തിന്റെ അടുത്ത് വേദം തോന്നിയിട്ട് വലിയ കാര്യം കുറച്ചൊക്കെ മയപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ധ്യാനം കഴിഞ്ഞിട്ട് തന്നെ കാണുമ്പോൾ അങ്ങനെ പനക്കലച്ചന്റെ ധ്യാനം കഴിഞ്ഞ് ആ ധ്യാനം കഴിഞ്ഞ് പിന്നെ ആ ധ്യാനത്തിലൊന്നും ഞാൻ സഹകരിച്ചിട്ടൊന്നുമില്ല. പിന്നെ പനക്കലച്ചൻ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്കൊരു ഫ്രീഡം ഉണ്ടായി, ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. കാരണം കുഞ്ഞുനാൾ മുതൽ അപ്പന്റെ സ്നേഹം കിട്ടാത്തൊരു വ്യക്തിത്വമാണ് എൻ്റെത്. അതിനാൽ തന്നെ അച്ഛനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. ഞാൻ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ വരി വരിയായിട്ട് വന്ന് കൈ കൂപ്പി തൊഴുത് നിൽക്കുകയാണ്. അപ്പൊ അച്ഛനെ ചേർത്ത് പിടിച്ചാൽ കൊണ്ടുപോകണേ എനിക്ക് വലിയൊരു അഭിമാനമായി. അച്ഛൻ ഇത്ര വലിയ സംഭവമായിട്ട് ആൾക്കാരെ ഇങ്ങനെ തൊഴുത് വണങ്ങി നിൽക്കണോടത്ത് എന്നെ പിടിച്ച് കൊണ്ടുപോകല്ലേ. അപ്പൊ അച്ഛനോടൊരു ഇഷ്ടം തോന്നി. പിന്നെ അച്ഛനെ ക്ലാസ് വരുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ഇഷ്ടം എന്നെ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ആഴ്ചയിൽ ഒരു അപ്പന്റെ സ്നേഹത്തോടെ എന്നെ പിടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ രണ്ടാമത്തെ ധ്യാനത്തിന് കയറണമെന്ന് വിചാരിച്ചിട്ടല്ല, നാട് വിടുക ബാഗെടുത്ത് അച്ഛനെ കാണാൻ പറഞ്ഞ രീതിയിൽ അച്ഛന്റെ റൂമിന്റെ അടുത്ത് തന്നു. അപ്പോഴിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കും. ആൾക്കാർ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുക. ഞാൻ നോക്കുമ്പോൾ അവിടെ മുതൽ ഒരു 25-30 മീറ്ററാണ് ആൾക്കാർ ഇങ്ങനെ സ്റ്റെപ്പിലൂടെയൊക്കെ താഴേക്ക് ഇറങ്ങി നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ ഈ ക്യൂലൊക്കെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ടോയ്ലറ്റ് എടുത്ത് വന്ന് ഇടയ്ക്കിടയ്ക്ക് 2-3 ആഴ്ച എത്തി നോക്കി പറിച്ച് ഇങ്ങനെ കാണിച്ചു അപ്പൊ വലിയ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കൈ കാണിച്ചു. അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് പോവാൻ. അപ്പൊ അച്ഛൻ പോയിട്ട് തിരക്കുന്നു ചോദിച്ചു, എന്നാ നീ കഴിഞ്ഞ ആഴ്ച ധ്യാനം കൂടിയിട്ടില്ലേ? ഒരാഴ്ച കൂടി ധ്യാനം കൂടാൻ പറഞ്ഞ സ്ലിപ്പ് ചെയ്തത് സംഗതി ചെയ്യായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി അച്ഛൻ നല്ല ദർശനം ഒരുപാടുണ്ട്. കഴിഞ്ഞ ആഴ്ച ധ്യാനം കൂടിയിട്ടില്ല. എന്റെ ഉള്ള പോക്കറ്റ് മണി തീരുവരെ ടീസ്റ്റാണ് എപ്പോ തുറക്കോ ആദ്യം ഹാജരാകുന്ന ആളെ ഞാൻ അവിടെ വന്ന് തീർക്കും. പൈസ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സംഭവം കഴിഞ്ഞു. പിന്നെ ഞാൻ നോക്കി ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് കമ്മലും വളയൊക്കെ ഇട്ടിട്ടുള്ള തമിഴ് സ്റ്റൈലുള്ള കുറെ ആൾക്കാർ വന്നേക്കണം. അപ്പൊ ഞാൻ ഇതെന്താ സംഭവം? ഞാൻ പിന്നെ ഒരു ദിവസം അവരുടെ കൂടെ പോയി. അവിടെ തമിഴ് സെക്ഷനിൽ പോയിരുന്നു. അവരുടെ ശൈലി പാട്ടൊക്കെ കേട്ട് ഒരു ദിവസം ഇരുന്നു. വൈകുന്നേരമായപ്പോൾ തിരിച്ച് മലയാള സ്റ്റേജിലേക്ക് പോകുന്നു. ഇങ്ങനെ ഉടമ്പി ധ്യാനിച്ചു ഒരാഴ്ച. കൗൺസിലിംഗിൽ പോയപ്പോൾ ഞാൻ കയറിയില്ല. കുമ്പസാരത്തിന് എന്തോ ഒരു കളർ കുമ്പസാരൊക്കെ നടത്തി തട്ടി പോകുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ധ്യാനം കുളമാണ്. അതെനിക്കറിയാം, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യമാണ്. പക്ഷെ അച്ഛൻ എന്നെ കണ്ടപ്പോൾ മോൻ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചില്ല, അതുകൊണ്ട് ഒരാഴ്ച കൂടി ധ്യാനിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി നിസ്സാരക്കാരനല്ല. ഞാൻ രണ്ടാമത്തെ ധ്യാനം പോയിട്ട് വലിയ പരിപാടി ചെയ്തില്ലോ. രണ്ടാമത്തെ ധ്യാനം കൂടി. രണ്ടാമത്തെ ധ്യാനത്തിൽ കാര്യങ്ങൾ ഇതിൽ കൂടി ഗൗരവമായി. ആദ്യത്തെ ആഴ്ച എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടായത് പ്രാർത്ഥിക്കുന്നവരും പറഞ്ഞു എനിക്ക് ആകെ പ്രാർത്ഥിക്കേണ്ട എന്റെ പ്രേമ കേസ് ശരിയാവണേ, എന്റെ പ്രേമ കേസ് ശരിയാവണേ, ഇത് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോ കുറച്ചുകൂടെയൊക്കെ മാറ്റം വന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വചനത്തെ കുറിച്ച് കേൾക്കണമെന്ന് ആഗ്രഹം തോന്നി. നല്ല സുദിപ്പിന്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വചനം കേൾക്കാനൊക്കെ പോയി. അപ്പൊ രണ്ടാമത്തെ ആഴ്ച ഞാൻ ധ്യാനിക്കുമ്പോ ഇടിവാട് ബാബു ഫോർട്ട് കൊച്ചിയിലെ ഒരു കൊട്ടേഷൻ ലീഡർ ഒരു 4 ചെയർ അപ്പുറത്ത് ഞാനിരിക്കുന്ന വരികയാണ്. അപ്പൊ ഇദ്ദേഹം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഫോർട്ട് കൊച്ചിയിൽ എന്നും കൊട്ടേഷൻ ടീമുകൾ തമ്മിൽ വെട്ടുപോത്തും നടക്കുന്ന കാലമാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു 1.5 വർഷം മുമ്പ് ഒരു ടീം വെട്ടി. അതായത് നമ്മുടെ യേശുക്രിസ്തുവിനെ കയറൊക്കെ വെച്ച് ഇങ്ങനെ വലിച്ച് കുരിശിലേക്ക് ആണിപ്പഴിലേക്ക് കയറി വലിച്ചു നിന്നൊക്കെ നമ്മള് പാഷോത്തി കേസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് അന്ന് പാഷോത്തി കേസ് ഇറങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ഈ ഇടിപാട് വാങ്ങുന്ന ചേട്ടൻ പറയാ എന്റെ കൈ അവര് കയറിട്ട് ലോക്ക് ചെയ്ത് വലിച്ച് ചവിട്ടി പിടിക്കും. അടയ്ക്കാൻ പറ്റും ചവിട്ടി വലിച്ചു പിടിച്ചിട്ടേ അങ്ങനെ 2 വെട്ട് വെട്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒച്ചബഹളം കേട്ട ആൾക്കാർ ഇങ്ങനെ പോയി ഇതിങ്ങനെ തുന്നി പിടിപ്പിച്ച് ഇതൊരു ബൊമ്മ പോലെ നേരത്തിന്റെ റൈറ്റ് കൈ ഇങ്ങനെ കിടക്കുക. നമ്മുടെ സാധാരണ ഒരു കൈയുടെ ഒരു 2 ഇരട്ടി വരുമ്പം ഏതാണ്ട് കൈക്ക് ഉണ്ട്. കാരണം സർജറി ഒക്കെ ചെയ്തു. പിന്നെ ഒറ്റ തവണയൊന്നും ഞാൻ കൈ തുറന്നു കണ്ടുള്ളൂ. അന്നൊരു നേരം ഞാൻ ഭക്ഷണം കഴിച്ചില്ല. കാരണം അത്രയും ഒരു ഭീകരാവസ്ഥയാണ് കൈ കാണുമ്പോൾ, സ്റ്റിച്ചിങ്ങും ഈ പാടുകളൊക്കെ ആയിട്ട്. അപ്പോ പ്രിയപ്പെട്ടവരെ,
ഈ മനുഷ്യനെ രണ്ടാമത്തെ ആഴ്ചയിൽ കിട്ടിയപ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷമായി. കാരണം ഒരു കൊട്ടേഷനിലെ ലീഡറായിരുന്ന ഒരാളോട് ഇരിക്കാന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. കൈവെട്ടാൻ എത്രയാണ് അല്ലേ, കാല് വെട്ടാൻ എത്രയാണ്, കൊട്ടേഷൻ എങ്ങനെ ഡീല്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആളുടെ ഹിസ്റ്ററി ഒക്കെ ചോദിക്കാന്നാണ് ഞാൻ കരുതിയത്. ഞാൻ 1-2 പ്രാവശ്യത്തിനൊക്കെ ട്രൈ ചെയ്തു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ ആള് മോനെ ഈ കാര്യമൊന്നും പറയണ്ട, മോനെ ഇങ്ങനെ ധ്യാനിക്കുന്നു പറഞ്ഞ എന്നെ ഉപദേശിച്ചു. എന്നെ ആള് ഉപദേശിക്കാണ് കേട്ടോ, ഒരു കൊട്ടേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആള്. അപ്പൊ ആള് ഞാൻ നോക്കുമ്പോൾ ആള് എന്നെക്കാളും നന്നായിട്ട് ധ്യാനിക്കുന്നുണ്ട്. ഞാൻ ചിന്തിച്ചു, ഞാനിങ്ങനെ വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ ആളെ കൈവിട്ടോ പരിപാടിയോ ഒന്നും ഇല്ല. ആകെ ഒരു പ്രേമ കേസ്, ചില്ല് കേസ് ഉള്ളൂ. അപ്പൊ എന്നാലും ഞാൻ എനിക്കത് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ കുറച്ചുകൂടി സ്വയം ചിന്തിക്കാൻ തുടങ്ങി, കുറച്ചുകൂടി ട്രൈ ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടി ധ്യാനിക്കാനായിട്ട് അങ്ങനെയൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വ്യാഴാഴ്ച ദിവസം പനക്കിലച്ചന്റെ ഒരു ആരാധന നടക്കണം. അപ്പൊ ഈ ഇടിവാൾ ബാബുവിന്റെ വലത് കൈ 6 ഡോക്ടർമാർ ഇതിൽ പണിതിട്ടുണ്ട്. ഈ തളർന്നിറക്കുന്ന കയ്യിലൊരു കുടിസംഖ്യ ഉണ്ട്. 6 ഡോക്ടർമാര് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ രേഖകളുണ്ട്. ഞാൻ ധ്യാനത്തിനിടയിൽ പലപ്പോഴും ചില സമാജി മനുഷ്യൻ കാണുമ്പോ ഈ ബാഗ് തുറന്ന് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ 6 ഡോക്ടർമാര് പറഞ്ഞു ഇനി ജീവിതത്തിൽ ഇത് കൈ അനങ്ങത്തില്ല, ഇത് അഴുകി പോകില്ല, ഒപ്പം പോലെ ഇങ്ങനെ കിടക്കും. ഫുൾ സ്ലീവ് ബട്ടൺ ഇട്ടൊരു ജുബ്ബ ഇട്ടിട്ട് ഇദ്ദേഹം നടക്കുക, നല്ല ഗോൾഡൻ ജുബ്ബയൊക്കെ ഇട്ട്. അങ്ങനെ വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥനയിൽ ഈ മനുഷ്യൻ കലഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കലജൻ ലൈറ്റ് ഇങ്ങനെ ഇതേപോലെ ഒരു കലജൻ ലൈറ്റ് ഓഡിയൻസിനുണ്ട്, സ്റ്റേജിലേക്ക് സ്പോട്ട് ലൈറ്റ് ഉണ്ട്, വേറെ ലൈറ്റുകളൊന്നുമില്ല. ലൈറ്റ് ഓഫ് ചെയ്യും ആരാധന സമയത്ത്. ഞാൻ നോക്കുമ്പോൾ ഈ കലജൻ ലൈറ്റില് ഇദ്ദേഹത്തിന്റെ കണ്ണിയിൽ അദ്ദേഹം ശരീരത്തിൽ കറുത്ത് കാണും. അത് കുറവായിട്ട് പറയില്ല, അദ്ദേഹത്തിന്റെ ദൈവം കൊടുത്തേക്കുന്ന നിറം. അപ്പൊ ഈ കറുത്ത ശരീരത്തില് ഈ കണ്ണീര് ഇങ്ങനെ കലജൻ ലൈറ്റില് ഷൈൻ ചെയ്ത് ഒഴുകുന്നത് എനിക്കിങ്ങനെ സൈഡിൽ നോക്കുമ്പോൾ 4 ചേർ അപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ കാണാം. ഞാൻ നോക്കണം, ഈ മനുഷ്യൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കിടന്ന് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ആരാധന സമയത്തൊക്കെ. ഞാൻ ചിന്തിച്ചു, ദൈവം എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രയാസപ്പെടുക, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ. ഞാനിങ്ങനെ വീണ്ടൊക്കെ നോക്കി എല്ലാവരും നിന്നൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കുറെ നേരം ഒന്നും നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. 3-4 മിനിറ്റൊക്കെ നിന്ന് ഞാൻ സ്വയമായിട്ടിരിക്കും. ഞാനിങ്ങനെ നോക്കുമ്പോ 2-ാം വട്ടം ബാബുചേട്ടനെ ഞാൻ നോക്കുമ്പോ കാണുന്നത് ഇദ്ദേഹത്തിന്റെ 6 ഡോക്ടർമാര് പറഞ്ഞ അനങ്ങില്ലെന്ന് പറഞ്ഞ കൈ ആ മനുഷ്യൻ പോലും അറിയാതെ ആ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കൈ പൊക്കി കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന്റെ ദേഹത്തിലാണ് അത്ഭുതം നടക്കുന്നത്. എന്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, ഞാനൊക്കെ വെട്ടി ഇറക്കാൻ തുടങ്ങിയത് എന്റെ ശരീരം ഇറത്ത് പാസ് ചെയ്യുന്ന പോലെ. ഞാൻ ആ കസേരത്തിൽ എഴുന്നേറ്റിട്ട് ഒറ്റ വിളിച്ച് യേശുവേ നമ്മൾ വിളിച്ചു. ശരിക്കും പറഞ്ഞ അപ്പോഴാണ് ഞാൻ യേശുവിനെ ആ ന്യായത്തിൽ 2 ആഴ്ചയായിട്ട് വിളിച്ചത്. വാക്കുകൊണ്ട് യേശുവിനെ വിളിച്ചു. അടുത്തിരുന്ന ആൾക്കാരെ വിളിച്ചു കാണിച്ചു. ആ ചേട്ടന്റെ കൈ പൊങ്ങി കിടക്കി. വീണ്ടും ബഹളായി, ആൾക്കാർ വലിയ സുരിപ്പായി. ആ മനുഷ്യനെ സ്റ്റേജിൽ കൊണ്ടുപോയി സാക്ഷിത്വം പറയിപ്പിച്ചു. 6 ഡോക്ടർമാരെ എഴുതിവിട്ടത് ഈ കൈ ഇറങ്ങിയില്ലെന്ന് വെട്ടി മുറുക്കി വെച്ച് സർജറി ചെയ്ത കൈ കണ്ടു കഴിഞ്ഞ പേടിയോ ഒരു കൈ കർത്താവ് ഇതാർക്കുള്ള കൈയില്ല, കർത്താവുള്ളതാണോ? മനുഷ്യനൊരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു സമ്മാനം കിട്ടി, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കൈയടിക്കും. ആ കൈയടിച്ച് ഒരു സമ്മാനം കേട്ടുള്ള കൈയടിക്കും. അപ്പൊ ഒരു സമ്മാനം കിട്ടുമ്പോ നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം അല്ലേ? അപ്പൊ കർത്താവിന് കൊടുക്കുന്ന കൈയടി എന്താണ്? കർത്താവ് അത്ഭുതം ചെയ്തു. ഇത് പ്രോത്സാഹനമാണോ? കർത്താവിനെ കൊള്ളാൻ 2 കൂടി ചെയ്യണം, ഇതാണോ? അപ്പൊ ഒരു അത്ഭുതം ചെയ്യുമ്പോ കൈയടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതെന്ന് പറഞ്ഞ്. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. കാരണം ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അപ്പൊ ഈ കൈയ്യിൽ പോരാ, പ്രോത്സാഹനമല്ല, നല്ലൊരു കൈയ്യിൽ പോയിട്ട് ശക്തിയോടെ ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, ജീവനോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ധ്യാനം കംപ്ലീറ്റ് ചെയ്ത് പനക്കലശം കണ്ടു. പനക്കലശം പറഞ്ഞു വീണ്ടും മോനെ ഇവിടെ പോയിട്ട് വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ അവിടെ ധ്യാനം നടക്കുന്നത്, കുട്ടികളുടെ ധ്യാനം. അതിന് നോക്കാൻ പറഞ്ഞത് കുട്ടികളുടെ ധ്യാനങ്ങള് നേതൃത്വം കൊടുക്കുന്ന ഇൻചാർജിന് ഒരു ലെറ്റർ തന്നു കിട്ടും. എന്നെ ശരിക്കും പറഞ്ഞാൽ മുൻപും അവിടെ തന്നെ നിർത്തിയിരുന്ന, പക്ഷെ ആദ്യം എന്നെ ധ്യാനിക്കാൻ വിട്ടരുന്നു എന്നാവും. പ്രിയപ്പെട്ടവർ, അങ്ങനെ ശുശ്രൂഷകനായി പിന്നീട് അങ്ങനെ കാലം കഴിഞ്ഞു പോയി. ആ ഒരു ഒറ്റ അത്ഭുതമാണ് ആൾക്കാരെ ഇന്നും എന്നെ നിർത്തിയിരുന്നത്. ഒരുപാട് ക്രൈസിസ് ജീവിതത്തിൽ വന്നിട്ടുണ്ട്, വിട്ടുമാറിയിട്ടില്ല. പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, എന്നാൽ ജോലിക്ക് പോകണമെന്നൊക്കെ ചിന്ത വന്നിട്ടുണ്ട്, എന്നാലും ദൈവം അതിനെ അനുവദിച്ചിട്ടില്ല. ഇന്നും ദൈവവചനം പേര് നടക്കാനും ദൈവ ശുശ്രൂഷ ചെയ്യാനും
കർത്താവിന്റെ പാട്ടുകൾ ഈണം കൊടുക്കാൻ തോമസിന്റെ പറഞ്ഞല്ലോ, ഈണം കൊടുക്കാൻ ദൈവടയാക്കി എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ തോമസത്തിന് ഞങ്ങൾക്ക് കൂടി റോസറി പ്രസൻസിൽ ഈ അടുത്തിറങ്ങിയ സോങ്ങാണ് പരിശുദ്ധാത്മാവിന്റെ ബന്ധുപസ്കരി. എന്റെ 76ാമത്തെ സോങ്ങാണ്. ഞാൻ മ്യൂസിക് ചെയ്തിട്ട് 76ാമത്തെ പാട്ടാണ് യൂട്യൂബിൽ വരുന്നത്. ഇന്നലെ ഒരു റെക്കോർഡിങ് കഴിഞ്ഞു. ഇവിടെ ഗുഡ്നസ് ടിവിയിലെ ടൈറ്റിൽ സോങ് അതൊരു റെക്കോർഡിങ് കഴിഞ്ഞു. ഈ അടുത്ത ദിവസം റെക്കോർഡിങ്. ഇങ്ങനെ കർത്താവ് നമ്മളെ കൊണ്ട് കുറെ കാര്യം ചെയ്യിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായിരുന്നു. നമ്മൾ ജീവനുള്ള വിശ്വാസത്തിന്റെ വാഹകരാകണം. ഇവിടെ യാക്കോസ്യരുടെ ലേഖനം എടുക്കുമ്പോൾ നമ്മളൊരു ഭാഗം കാണും. 2-ാം അധ്യായത്തിൽ യാക്കോസ്യരുടെ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്താണ് പ്രവൃത്തികൾ? അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തികൾ കൂടെ ഇല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പൊ യുവജനങ്ങൾ എടുത്തു നോക്കിയോ. യുവജനങ്ങൾ ജ്ഞാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളെ ചോദിക്കുക. ഇപ്പൊ ഒച്ചയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന് തന്നെ കുഴപ്പം. ഒച്ചയിട്ട് പ്രാർത്ഥിച്ചത് ദൈവത്തിന് കുഴപ്പമുണ്ടോ? ദൈവത്തിന് കുഴപ്പമില്ല. ഇപ്പൊ ദൈവത്തിന് നമ്മുടെ മനസ്സറിയാം, നമ്മുടെ ഹൃദയം അറിയാം. പിന്നെ നമ്മൾ ഇതിന്റെ കൈ ഉയർത്തുന്ന പോലെ കാര്യമുണ്ടോ? അപ്പോ യാക്കോസ്യൻ പറയാണ്, വിശ്വാസത്തിന് എന്ത് വേണം? ഓർക്കപ്പറ, എന്ത് വേണം? പ്രവൃത്തി വേണം, അല്ലേ? ഇപ്പൊ ഞാൻ ജീവിക്കുന്നുണ്ട് ഏതെങ്ങനെ തിരിച്ചറിയണേ? എനിക്ക് ആക്ഷൻ ഉള്ളതുകൊണ്ടല്ലേ. വിശ്വാസത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തി അനിവാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അബ്രാഹത്തെ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടുന്നത്. നമ്മുടെ വിശ്വാസിയുടെ പിതാവ് അബ്രാഹാം ഒരാളെ മരിച്ചവരെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല, അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാലും വിശ്വാസിയുടെ പിതാവായിട്ട് അബ്രാഹത്തെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് KTS ക്ലാസ്സിലൊക്കെ. കാരണം അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വാസം കൊണ്ട് പ്രത്യാശയുണ്ട്. ഇപ്പൊ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കിപ്പോ എന്തെങ്കിലും ഒരു നല്ലൊരു ജോലി കിട്ടും, ഇതൊരു പ്രത്യാശയാണ്. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അത് കിട്ടി, ദേവി തന്നു. കിട്ടും എല്ലാം കിട്ടി, പൂർണ്ണത. വിശ്വാസം എന്ന് പറഞ്ഞത് പൂർണ്ണതയാണ്. പ്രത്യാശിക്കുന്നത് എന്താണോ അതെനിക്ക് ലഭിക്കും, ഉറപ്പായിട്ടുള്ള കാര്യം. അതാണ് ഹെബ്രായർ നമ്മൾ 11 വായിക്കുന്നത്, അല്ലേ? കാണപ്പെടാത്തവ ഉണ്ട്. നമ്മൾ പോകാത്ത സ്ഥലങ്ങളാണ് പലതും. ഇപ്പൊ ഈജിപ്റ്റ്, അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഈജിപ്റ്റ് നമുക്ക് പോയിട്ടില്ല, ഇസ്രായേൽ പോയിട്ടില്ല. പക്ഷെ അവിടെ യുദ്ധം നടക്കണില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാവണില്ലേ? ഇതൊക്കെ വായിച്ചിട്ടുള്ള കാര്യങ്ങളുള്ളൂ, കേട്ടതേ ഉള്ളൂ പത്രത്തില്. പ്രത്യാശിക്കുന്നവ ലഭിക്കും, കാണപ്പെടാത്തവ ഉണ്ട്. ഇവിടെ അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, 75 വയസ്സ് കഴിഞ്ഞ സമയത്ത് ആദ്യം കൊടുക്കുന്ന വാഗ്ദാനമാണ്. ആദ്യം ഉൽപ്പത്തി പുസ്തകം 10 നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രാഹത്തെ ദൈവം പേരിറക്കി പേര് വിളിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് 12-ാം അധ്യായത്തിൽ അബ്രാഹത്തിനെ വിളിക്കും, നീ ഒരു അനുഗ്രഹമാകും എന്നൊക്കെ പറഞ്ഞ് അന്ന് 75 വയസ്സ് പ്രായമായിരുന്നു ആർക്ക്? അബ്രാഹത്തിന്. ആ സമയത്ത് പറഞ്ഞു, ഞാൻ നിന്നെ പറയും അനേക ജനതകളുടെ പിതാവാക്കി മാറ്റി. 75 വയസ്സ് കഴിഞ്ഞുള്ള സമയത്താണ് പറയുന്നത് ഒരു വാഗ്ദാനം, നിനക്ക് ഞാൻ വലിയൊരു ജനതയെ, ആകാശത്തിലെ നക്ഷത്രം പോലെയും, ഉദാഹരണം പറഞ്ഞു കൊടുത്തു, കടൽ തീരത്തെ മണൽക്കരി പോലെയും നിനക്ക് സന്തതികളെ തരും, നീ അവരുടെ പിതാവായിരിക്കും. ഇതൊക്കെ പറയേണ്ട ആഗ്രഹത്തെ വിളിച്ചിറക്കി കൊണ്ടുപോകും ദൈവം കാണിക്കുന്ന ദേശത്തേക്ക്. അങ്ങനെ അബ്രാഹാം വിശ്വാസിച്ചോട് വയ്ക്കുകയാണ്. 75 വയസ്സിൽ പറഞ്ഞ വാഗ്ദാനം പൂർത്തിയാകുന്ന എത്രാമത്തെ വയസ്സിലാണ്? അബ്രാഹത്തിന് ഒരു കൊച്ചുണ്ടാകുന്നത് എപ്പോഴാ? അബ്രാഹത്തോട് പറഞ്ഞാൽ നീ ആകാശത്തെ നക്ഷത്രം നോക്കി എണ്ണാൻ പറ്റുമോ? അബ്രാഹാം വെറുതെ ട്രൈ ചെയ്തു. 1 2 3 4 5 6 അല്ലേ, 7 8 9 10 എണ്ണി നോക്കി. പക്ഷെ കുറച്ച് എണ്ണം നടക്കുമോ? അപ്പൊ കർത്താവ് എന്നെ കൊണ്ട് പറഞ്ഞ കാര്യമില്ല. അപ്പൊ ദൈവം പറഞ്ഞാ, ഇതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരാൻ പോകും. എന്നാ സംഭവം അല്ലേ? കടൽ തീരത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞാ, കടൽ തീർത്ഥം മണൽത്തരി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോവാം. ഈ വാഗ്ദാനം പറഞ്ഞു കഴിഞ്ഞിട്ട് ദിവസങ്ങൾ എണ്ണി നാളുകൾ എണ്ണി അബ്രാഹാം സാറയ്ക്ക് ഇങ്ങനെ നടക്കുക. അങ്ങനെ 25 വർഷം. നിങ്ങൾ ഓർത്ത് നോക്കി, 75 മുതൽ 100 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഈ അബ്രാഹത്തിലെ സാറയെ കടൽത്തീരം കാണാൻ
കാണുമ്പോ അവരപ്പോ കോഴിമണ്ണ് ഇട്ടുവാരിട്ട് പറയും, ഇതവര് സന്തോഷിക്കും, ഇതേപോലെ മക്കളെ നമുക്ക് തരും തരും. നിലാവത്ത് നക്ഷത്രം കണ്ട സമയത്ത് കൂടാരത്തിന് തന്നെ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊന്നി ഇറങ്ങി ഇതുങ്ങൾ വന്നിട്ട് ഈ നക്ഷത്രം കണ്ട് സന്തോഷിച്ച് തിരിച്ചു പോകും. കാരണം ഇതുപോലെ നമുക്ക് മക്കൾ വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവരുടെ വിശ്വാസതകളെ കുറവൊന്നോ മിണ്ടുന്നില്ല, കുറവൊന്നോ ഇല്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ 100ാമത്തെ വയസ്സിൽ ഇവർ പറഞ്ഞ ഇസ്ഹാക്കിനെ കിട്ടുക. സംഭവം ഷോട്ടയാണ്. അപ്പൊ ഇസ്ഹാക്കിനെ കിട്ടി, ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് 12 വയസ്സ് പ്രായമായപ്പോൾ മുൻപ് കേട്ട അതേ സ്വരം അബ്രാഹത്തെ തേടിയെത്തി. അബ്രാഹാം രണ്ടാമത് വിളി കേട്ടപ്പോ ശരിക്കും അബ്രാഹത്തിന്റെ മനസ്സിലെ ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോ എന്തായിരുന്നു? രണ്ടാമത് അബ്രാഹത്തിന്റെ വിളി കേട്ടപ്പോഴേ അബ്രാഹത്തിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, എങ്ങനെ ഇരിക്കണം ഇല്ലേ? ഈ പേമ, ഈ ടേബിള് എത്ര കാലം ഇവിടെ കിടക്കണോ, എത്ര കുർബാന വെച്ചല്ലേ, അപ്പോൾ ഇതിന് വല്ല മാറ്റമുണ്ടോ? എന്താ കാരണം? ഇതിനെയാണ് വന്ന് കിടക്കുക എന്ന് പറയുക. ഇത് വന്ന് കിടക്കുന്ന സാധനം. നിങ്ങളിരിക്കുന്ന മേശ, കസേര, ഇല്ലേ, ഈ ബെഞ്ചുകള് വല്ല മാറ്റമുണ്ടോ? ഇത് എത്ര വലിയ ചെലവില്ല, ബുഷിന് വല്ല മാറ്റം ഉണ്ടാവും, ഇളക്കം തട്ടും. ഈ മാറ്റം കാലക്രമേണ ഉണ്ടാവുന്നല്ലാതെ ഇത് ഒരിക്കലും എഴുന്നേറ്റ് ഹല്ലേലൂയ പറയാൻ ഓടില്ല, മാറ്റം ഉണ്ടാവില്ല. വന്നു കിടക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ്? പക്ഷെ കൂടാതിരുന്ന യേശുക്രിസ്തു പറയുന്നില്ലേ, ആത്മാവിൽ ഉണ്ടായാൽ എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ ഞങ്ങൾ ആശി ഉണർന്നുണ്ടായില്ല. ആമേൻ പറയാനിരിക്കുന്നു. ഇത് എപ്പോഴാ ദൈവം പ്രാപിക്കാന്ന് പറയാൻ പറ്റില്ല. ഒറ്റ നിമിഷം മതി. റിയാലിറ്റി ഷോയിലൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ, ഒരു നിമിഷം മതി ജീവിതം മാറാൻ എന്ന് പറഞ്ഞ പോലെ ഒറ്റ വചനം വന്ന് എപ്പോഴാ അടിച്ച് നമ്മളെ നേരെയാക്കണേ എന്ന് പറയാൻ പറ്റില്ല. കർത്താവ് പറയുന്നു, എന്റെ വചനം കൂടം പോലെയല്ലേ. കർത്താവ് ചോദിക്കും, കൂടം എത്ര കട്ടിയായിട്ടിരുന്നാൽ അടിച്ചുകൊണ്ടിരിക്കും, അതാണ് കൂടം. കർത്താവ് ചോദിക്കുന്നു, എന്റെ വചനം അഗ്നി പോലെയും കൂടം പോലെയും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ് രണ്ടാമത് വിളിച്ചപ്പോ അബ്രാഹത്തിന്റെ മനസ്സിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞ പ്രിയപ്പെട്ടവരെ, സമയത്തോട് ഞാൻ ഷോട്ട് ചെയ്യാണ്. അബ്രാഹം മനസ്സിൽ ചിന്തിച്ചത് രണ്ടാമത്തെ കുഞ്ഞിന് സമയമായതായിരിക്കണം. കാരണം ദൈവം പറഞ്ഞേക്കുന്നത് ആകാശത്തെ നക്ഷത്രം പോലെയും. ഒരെണ്ണത്തിനെ കിട്ടി 12 വയസ്സായി വീണ്ടും ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോൾ അബ്രാഹം ചിന്തിക്കുക, ഇതിനെ ബലിയർപ്പിക്കാനാണെന്ന് ചിന്തിക്കോ? രണ്ടാമത്തെ കുഞ്ഞിന്റെ സമയമായി മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകുക. പക്ഷേ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിനക്ക് തന്ന ഇസ്ഹാക്കിനെ കൊണ്ട് മോറിയാമലി ദഹന ബലിയർപ്പി, കത്തിച്ച് വെട്ടിക്കൊന്ന് കത്തിച്ച് ചാരമാക്കണം. അതാണ് എന്റെ പരിപാടി. നോക്കി വെറുതെ കൊല്ലാനല്ല പറഞ്ഞ, ബലികൂർക്കാരല്ല പറഞ്ഞ, ഹോമം ബലിയർപ്പിക്കും. മോറിയാമലയെ കൊണ്ടുപോയി വിറക് കട്ടിക്കിട്ട് അതിനെ ബലിയർപ്പിച്ച് കുത്തിക്കൊന്ന് എന്നിട്ട് എന്നെ കൊഴിച്ച് അല്ലേ. ഇത്രയും വലിയ കാര്യം കേട്ടിട്ട് അബ്രാഹം ഒന്നും വേണ്ടിയില്ല. 100ാമത്തെ വയസ്സിൽ എനിക്ക് കുഞ്ഞിനെ തന്ന ദൈവം തിരിച്ചു ചോദിച്ചാലും അബ്രാഹത്തിന് വിശ്വാസത്തെ പിതാവാക്കി. അബ്രാഹം കൊച്ചിനെ കൊണ്ടുപോയി. സഹായുടെ കാര്യം വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ചില പിടിവേലി നടക്കും വിചാരിച്ചിട്ടല്ല, സഹായിക്ക് വിശ്വാസമൊക്കെ ഉണ്ടായി കാണും. എന്നാലും ഇപ്പൊ പറഞ്ഞ് പ്രശ്നമായിട്ടുണ്ടല്ലോ എന്ന് കരുതി കാണണം. വെളുപ്പിനൊക്കെ ജീവിട്ട് വിറകു വേണ്ടിയൊക്കെ എടുത്ത് കൊച്ചിനെ കൊണ്ട് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാൻ നേരത്ത് കൊച്ച് അപ്പന്റെ ഷോൾ പിടിച്ചു, പപ്പ നമ്മള് വിറകെടുത്ത് എണ്ണ എടുത്ത് തീയെടുത്ത് കത്തിയെടുത്ത് എല്ലാം എടുത്തു. പക്ഷെ സാധാരണ വിലയ്ക്ക് പോകുമ്പോ നമ്മൾ ഒരാളെ കൂടി കൊണ്ടുപോകാറുണ്ട്. എന്താണത്? കുഞ്ഞിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അവരാളെ ചങ്കോട് ചേർത്ത് വിളിച്ച് പറയും, മോനെ അത് ദൈവം തരും, അതൊന്നും ചോദിക്കേണ്ട, കൊച്ചു അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, ദൈവം തരും. പക്ഷെ കൊച്ചിന് അബ്രാഹത്തിന്റെ ഉള്ളിൽ വിശ്വാസം കൊച്ചിന് മനസ്സിലാവോ? ഈ മല കയറാൻ പോണ സമയം മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു ചോദിക്കും, അപ്പൊ എല്ലായിടത്തും നമ്മൾ കുഞ്ഞാലില്ലോ തിരകെ വിലർപ്പിക്കുക. മോനെ അത് ചോദിക്കുന്ന ദൈവം തരൂല. ശംഖ് നേറി ആ മല കയറി വൃത്തിനെ താഴ്ച പോയി ബലിപീഠം ഉണ്ടാക്കിയപ്പോഴൊന്നും ദൈവം മിണ്ടിയില്ല. ബലിപീഠം മടക്കി വെച്ചപ്പോഴും ദൈവം മിണ്ടിയില്ല. മല കയറിയപ്പോഴും അബ്രാഹം പൊക്കോ. കാരണം 1 സാമുവേൽ 16:7 മനുഷ്യൻ ഭാഗ്യം കാണുമ്പോൾ കർത്താവ് ഹൃദയ ഭാവം കാണുന്നവനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അബ്രാഹത്തിന്റെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ദൈവത്തിന് 100% വിശ്വാസം കണ്ടുകൂടായിരുന്നോ? പിന്നെ എന്തുകൊണ്ട് അബ്രാഹത്തോട് വിശ്വാസം പ്രവൃത്തി ചെയ്യിച്ച് മല കയറ്റി വിറകിടക്കി ബലിപീഠം ഉണ്ടാക്കി കൊച്ചിനെ പിടിച്ചു കെട്ടിയ സമയത്ത് കൊച്ചിനെ മനസ്സിലായത് ദൈവം തരുമെന്ന് പറഞ്ഞ പരിപാടി ഇതാണ്, ടെക്നിക്കുള്ള പരിപാടിയാണ്. കൊച്ചു കരയുന്നുണ്ടെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെങ്കിലും അബ്രാഹത്തിന്റെ വിശ്വാസം പിൻവലിയാൻ പറ്റില്ല. കത്തിയെടുത്ത്
ബലിയർപ്പിക്കാൻ പോവുക. കത്തി തട്ടി മാറ്റിയിട്ട് ദൈവദൂതൻ പറഞ്ഞു, ക്യാൻസർ ക്ലാസ്സിൽ ഇതേപോലെ ഒരു സംഭവമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കത്തി തട്ടി ഇങ്ങനെ കുത്താൻ നേരത്ത് മാലാഖ വന്ന് കത്തി തട്ടി മാറ്റി ശ്വാസമായി. ഒരു സെക്കൻഡ് ഞാനും ഈ മാലാഖ വരാൻ താമസിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സംഗതി കളിമാറിയേ, ചോരക്കളമായേനെ. അങ്ങനെ ദൈവം താമസിക്കത്തില്ല. പ്രഭാഷണ ദിവസം 30 എഴുതി വെച്ചിരിക്കുക, കർത്താവ് വൈകുകയോ സ്വസ്ഥനാവുകയില്ല. അവൻ കൃത്യസമയത്ത് ലാൻഡ് ചെയ്യുന്ന ആളാണ്. ഫ്ലൈറ്റ് ചിലപ്പോൾ ലാൻഡിങ് ടൈം ഔട്ടൊക്കെ ഉണ്ടാവും, ലേറ്റ് ആകാം. പക്ഷെ കർത്താവിന്റെ സമയത്തിന് അവൻ കൃത്യസമയത്ത് കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കും ഇടപെട്ടില്ലോ ചക്കടിച്ച് പൊളിച്ച് മത്തങ്ങാക്കിയിട്ട് കാര്യമില്ല. ദൈവം എന്താ ആ സമയത്ത് കാര്യസ്മരണ ധ്യാന കേന്ദ്രത്തിലെ സമയത്ത് കാര്യസ്മരണ ധ്യാന കേന്ദ്രത്തില് ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം ടിക്കൂസ് എന്നാണ് അതിന്റെ പേര്. ഗസറ്റഡ് ഓഫീസറായിരുന്നു. സ്വന്തം ശമ്പളം എഴുതി കൊടുത്തിട്ട് ട്രഷറിയിൽ കൊടുത്ത് എഴുതി കൊടുത്ത ശമ്പളം എഴുതി മേടിക്കാനായിട്ട് കയറ്റപ്പുള്ള മനുഷ്യൻ. അദ്ദേഹത്തിനല്ലോ ജോലി രാജിവെച്ചു. എന്നിട്ട് ഈ ബൈബിൾ എടുത്തിട്ട് അവിടെ ഇറങ്ങി സുവിശേഷം വരെ ആദ്യം തെരുവിൽ പോയി നിന്ന്. അപ്പൊ വീട്ടുകാരോട് ഭ്രാന്തായി, ഭ്രാന്തായി. കാര്യസ്മരണത്തിൽ ഞങ്ങൾ ഓഫീസ് കുറച്ച് കാലം ഉണ്ടായിരുന്നു. ശുശ്രൂഷയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോൾക്ക് കല്യാണ സമയമായി. കല്യാണ സമയത്ത് പറഞ്ഞു, ഇത് എങ്ങനെ നടക്കും, എങ്ങനെ വീട്ടുകാർ ഉള്ള ജോലി വലിച്ചെന്നിട്ടല്ലേ. അന്ന് 19,000 അന്ന് സാലറി ഉണ്ടായിരുന്ന മനുഷ്യൻ 10-30 വർഷം മുമ്പേ ഉണ്ടായിരുന്ന മനുഷ്യനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കർത്താവിന് വേണ്ടിയിട്ട് ഇത് പിടിച്ചിറങ്ങിയത്. എങ്ങനെ നടക്കും? കല്യാണം നടത്താൻ ദിവസങ്ങളായി. കല്യാണത്തിന് ദിവസങ്ങളെടുത്തു. 10 ദിവസം മുമ്പ് കർത്താവ് ഒരു ജ്വല്ലറി ഉടമയിലൂടെ ദൈവം ഇടപെട്ടു. ആ വർഷത്തെ അവരുടെ വരുമാനം ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്നെന്ന് അറിഞ്ഞ് ഇദ്ദേഹത്തെ കുറിച്ച് കേട്ട് ഞാൻ അത് വെളിപ്പെടുത്തുന്നില്ല, പരസ്യമാക്കാതിരിക്കാൻ. ആ ജ്വല്ലറി ഉടമ അവരുടെ ദശാംശം കൊടുത്തു. 15 ലക്ഷം അന്ന് കൊടുത്ത് ആ കൊച്ചിന്റെ കല്യാണം നടത്തി. കർത്താവ് വൈകുന്നവരല്ല. കർത്താവ് വൈകുന്നവരല്ല. നമുക്ക് തോന്നും എന്താ പറ്റിയേ. അബ്രാഹത്തിനെ മല കയറ്റിച്ചത് അബ്രാഹത്തിന്റെ വിശ്വാസ പ്രവൃത്തി നമ്മളെ കാണിക്കാൻ. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിന് പ്രവൃത്തിയുണ്ട്. വിശ്വാസം നമ്മൾ പറയും വിശ്വാസത്തിന്റെ ഉള്ളിലുണ്ട്. ഭർത്താവ് പറയും എഴുതിനോട് സ്നേഹത്തിന്റെ ഉള്ളിലുണ്ട്. ഉള്ളിലുണ്ടായ കാര്യമുണ്ടോ ചേച്ചി? പ്രകടിപ്പിക്കട്ടെ. പൂക്കുഞ്ഞു പോലെ എന്റെ സ്നേഹത്തിനോട് സ്നേഹിക്കേണ്ടത്. ഞാൻ ചത്തു മാടിനെ പോലെ പണിയെടുക്കുന്ന എനിക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടാണ് 100 വട്ടത് പറയേണ്ടായിരിക്കും. പക്ഷെ ഇത് മനുഷ്യന്റെ ഒരു വികാരവും ഇല്ല, ഒരു വിശേഷം ചോദിക്കില്ല. വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നിന്ന സംഭവം നടക്കുമോ? സ്നേഹമില്ല. പക്ഷെ അതിനുള്ളിൽ സ്നേഹമുണ്ട്. അത് പോയി പണിയെടുക്കുന്നുണ്ട്. അത് പോയിട്ട് നമുക്ക് വേണ്ടി ചോര കൊണ്ട് ചോര പൊടിഞ്ഞ് പണിയെടുക്കുന്നുണ്ട്, എല്ലുമുറി പണിയെടുക്കുന്നുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ സ്നേഹം പ്രകടിപ്പില്ല. വിശ്വാസം ഉള്ളിലുണ്ടായാൽ മാത്രം പോലെ. പിള്ളേര് പരീക്ഷയ്ക്ക് പഠിക്കും. പരീക്ഷയ്ക്ക് പഠിച്ചാൽ പരീക്ഷയ്ക്ക് പഠിച്ചു എന്നതിന്റെ പേരിൽ ആരെങ്കിലും എപ്ലസ് കൊടുക്കാറുണ്ടോ? അങ്ങനെ ടീച്ചർമാരുണ്ടോ? ഇല്ല. പരീക്ഷ ആൻസർ ഷീറ്റിൽ എഴുതി കൊച്ചു പറയാം, ടീച്ചറെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് വേണ്ട, എല്ലാം ഞാൻ പഠിച്ചിട്ട് എനിക്ക് എപ്ലസ് തന്നത് കൊടുക്കുമോ? കൊടുക്കത്തില്ല. എഴുതി കാണിക്കുമ്പോ ടീച്ചർ നോക്കും. വിശ്വാസം പ്രവൃത്തിയിൽ പ്രകടമാണ്. കൊച്ചു പരീക്ഷയ്ക്ക് എഴുതി തെളിയിക്കുന്നത് പോലെ വിശ്വാസി ദൈവത്തിന് മുമ്പിൽ വിശ്വാസ പ്രവൃത്തിയുണ്ട്. അതിനാണ് ശബ്ദവീര്യത്തിലുള്ള സുരിപ്പ്, കൈവീര്യത്തിലുള്ള സുരിപ്പ്, ആരാധന രീതികള്, ഉദാസ രീതികളൊക്കെ നമുക്ക് തന്നേക്കാൻ. നമ്മളത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് കണ്ണടച്ച് ഹൃദയത്തോട് ചേർത്ത് മറിയം പറഞ്ഞ ആത്മവാക്കിലേക്ക് വീണ്ടും മനസ്സ് തിരിക്കാം. കർത്താവ് ഇന്ന് ഈ ഒരു മധ്യാഹ്ന വേളയിൽ ഈ ദിവസത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുന്ന കാര്യം, വിശ്വാസത്തിന് പ്രവൃത്തി അനിവാര്യമാണ്. പ്രവൃത്തി ഇല്ലാത്തത് ജീവം എന്ന് യാക്കോബിന്റെ 2:17 പഠിപ്പിക്കുന്നുണ്ട്. അബ്രാഹത്തിലുള്ള മല കയറ്റിച്ചതും അബ്രാഹത്തെ ഈ കൊച്ചിനെ പിടിച്ചു കിടത്തിയത് മുഴുവൻ വിശ്വാസ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി കാണാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണടച്ച് ഈ ദൈവവചനത്തോട് നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കണം. വിശ്വാസം പ്രവൃത്തിയാൽ പ്രകടമാക്കാൻ ഞാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അനേകര് രക്തസാക്ഷികള്, വിശുദ്ധര് വിശ്വാസം പ്രവൃത്തിയാൽ പ്രകടമാക്കി എന്തുമാത്രം നിന്ദനങ്ങൾ കേട്ട് പീഡിപ്പിക്കപ്പെട്ട് അവര് വാൾമുനയുടെ മുമ്പിൽ പോലും വിശ്വാസം പ്രഘോഷിച്ചത് വിശ്വാസം ജീവനോടെ പ്രഘോഷിക്കാനുള്ളത് കൊണ്ടാണ്. ഇത് ഉള്ളിലൊതുക്കി ജീവിക്കാനുള്ളതല്ല, അത് പ്രഘോഷിക്കാനുള്ളതാണ്. പ്രവൃത്തിയാൽ അത് പ്രകടമാക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കേട്ട ദൈവവചനം നമ്മുടെ പ്രവൃത്തിയിലും കുടുംബത്തിലും ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ഫലമെടുക്കാൻ
ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇവിടെ മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും സങ്കീർത്തനം ആലപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടാകും. ഈശോനെ എടുത്തുവെച്ച് സങ്കീർത്തനം പാരായണം ഉണ്ടാകും. കുർബാന ഉണ്ടാകും. രാവിലെ 10 മണി മുതൽ 12:30 വരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും പ്രിയമുള്ളവരെ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് സൗഖ്യപ്പെടുത്തലുണ്ടാകും. അപ്പോൾ വരാൻ താല്പര്യം വരിക, അവരുടെ സങ്കീർത്തനം ആലപിക്കും. അങ്ങോട്ട് മാറി മാറി നമ്മുടെ സങ്കീർത്തനം ആലപിക്കും. ആരാധന എടുത്തിരിക്കും, സങ്കീർത്തനം ആലപിക്കും. അവസാനം കുർബാന ഉണ്ടായിരിക്കും. എല്ലാ മാസത്തിന്റെയും ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും. രണ്ടാമത്തെ ശനിയാഴ്ച പിന്നെ ബുധനാഴ്ച പതിവ് പോലെ നമ്മുടെ ഈ സൂക്ഷിച്ച ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും പരമാവധി വരാൻ പരിശ്രമിക്കുക, എല്ലാവരോടും അറിയുക. അതുപോലെ തന്നെ ഇവിടെ താമസിച്ചുള്ള ധ്യാനം 10 പേർക്ക് മാത്രം താമസിച്ച് ധ്യാനിക്കാനുള്ള അവസ്ഥ ഒരുക്കുന്നുണ്ട്. അതിന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത ശുശ്രൂഷ വരുമ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു ജപമാല ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാം നമുക്കറിയാം, ഇത്രയും ഒരുപാട് ചെലവുണ്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ ആള് കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള വിഷമമുണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു വേണം ആൾക്കാരെ തടസ്സം മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു മുതൽ എല്ലാ ദിവസവും ഒരു മൊത്തമെങ്കിലും നമ്മുടെ ഈ സൂക്ഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ വരുന്ന ഓരോ കാര്യത്തിനു വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിക്കണം, ഉപേക്ഷിക്കുകയാണ്. ഒന്ന് ഓർമ്മിക്കുകയാണ്, മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12:30 വരെ സങ്കീർത്തനം ആലപിക്കുകയും പിന്നെ അവസാനം കുർബാനയും ഉണ്ടായിരിക്കും.